ഹല്ലേലൂയ. അച്ഛന് നൽകുന്ന വചനം ശ്രദ്ധിച്ചോണം. വളരെ ഡെലിവറൻസിന്റെ വചനം. അതായത് യോനാ പ്രവാചകന്റെ പുസ്തകമാണ് അച്ഛന് വായിക്കാൻ പോവാം. ശ്രദ്ധിച്ചു കേട്ടോ, വളരെ പ്രധാനപ്പെട്ടതാണ്. അമിത്യാട് പുത്രൻ യോനായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. നീ എഴുന്നേറ്റ് മഹാനഗരമായ നിനിവേയിൽ ചെന്ന് അതിനെതിരെ വിളിച്ചു പറയുക. നിനിവേ എന്ന സ്ഥലത്ത് നിന്നിട്ട് അതിനെതിരെ വിളിച്ചു പറയുക. എന്തെന്നാൽ അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോന താർശിഷിലേക്ക് ഓടി കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് മറയാൻ ഒരുങ്ങി. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അവൻ ജോപ്പായിലെത്തി അവിടെ താർശിഷിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് യാത്ര കൂലി കൊടുത്ത് അവൻ അതിൽ കയറി. അങ്ങനെ താർശീഷിൽ ചെന്ന് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കാമെന്ന് അവൻ കരുതി. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. വീണ്ടും എന്നാൽ കർത്താവ് കടലിലേക്കൊരു കൊടുങ്കാറ്റയച്ചു. കടൽക്ഷോഭത്തിൽ കപ്പൽ തകരുമെന്നായി. കപ്പൽ യാത്രക്കാർ പരിഭ്രാന്തരായി. ഓരോരുത്തരും താന്താങ്ങളുടെ ദേവന്മാരെ വിളിച്ചപേക്ഷിച്ചു. ഭാരം കുറയ്ക്കാൻ വേണ്ടി കപ്പലിലുണ്ടായിരുന്ന ചരക്കുകളെല്ലാം അവർ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. എന്നാൽ യോന കപ്പലിന്റെ ഉള്ളറയിൽ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോൾ കപ്പിത്താൻ അടുത്തു വന്ന് അവനോട് ചോദിച്ചു, നീ ഉറങ്ങുന്നോ? എന്താണ് ഇതിന്റെ അർത്ഥം? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നമ്മൾ നശിക്കാതിരിക്കാൻ ഒരു പക്ഷേ അവിടുന്ന് നമ്മെ ഓർത്തേക്കും. അനന്തരം അവർ പരസ്പരം പറഞ്ഞു, ആര് നിമിത്തമാണ് നമുക്ക് ഈ അനർത്ഥം ഭവിച്ചതെന്നറിയാൻ നമുക്ക് നറുക്കിടാം. അവർ നറുക്കിട്ടു. യോനായ്ക്ക് നറുക്ക് വീണു. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, പറയൂ, ആര് നിമിത്തമാണ് ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നത്? നിന്റെ തൊഴിൽ എന്താണ്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാട് ഏതാണ്? നീ ഏതു ജനതയിൽപ്പെടുന്നു? അവൻ പറഞ്ഞു, ഒരു ഹെബ്രായനാണ്. കടലും കരയും സൃഷ്ടിച്ച ദൈവത്തെയാണ്, സ്വർഗസ്ഥനായ ദൈവമായ കർത്താവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. അപ്പോൾ അവർ അത്യധികം ഭയപ്പെട്ട് അവനോട് പറഞ്ഞു, നീ എന്താണ് ഈ ചെയ്തത്? അവൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്നും ഓടി ഒളിക്കുകയാണെന്ന് അവൻ തന്നെ പറഞ്ഞ് അവർ അറിഞ്ഞു. അവർ അവനോട് പറഞ്ഞു, കടൽ ശാന്തമാകേണ്ടതിന് ഞങ്ങൾ നിന്നെ എന്തു ചെയ്യണം? കടൽ കൂടുതൽ കൂടുതൽ പ്രക്ഷുബ്ധമായിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറഞ്ഞു, എന്നെ എടുത്ത് കടലിലേക്ക് എറിയുക. അപ്പോൾ കടൽ ശാന്തമാകും. എന്തെന്നാൽ ഞാൻ നിമിത്തമാണ് ഈ വലിയ കൊടുങ്കാറ്റ് നിങ്ങൾക്കെതിരെ ഉണ്ടായിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കപ്പൽ കരയ്ക്ക് അടുപ്പിക്കുന്നതിനായി അവർ ശക്തിപൂർവ്വം തണ്ടുവലിച്ചു. എന്നാൽ അവർക്ക് സാധിച്ചില്ല. എന്തെന്നാൽ കടൽ അവർക്കെതിരെ പൂർവാധികം ശോഭിക്കുകയായിരുന്നു. അതുകൊണ്ട് അവർ കർത്താവിനോട് നിലവിളിച്ചു, കർത്താവേ, ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിക്കാൻ ഇടയാകരുത്. നിഷ്കളങ്ക രക്തം ചിന്തി എന്ന കുറ്റം ഞങ്ങളുടെ മേൽ ചുമത്തരുത്. കർത്താവേ, അവിടുത്തെ ഹിതമനുസരിച്ചാണല്ലോ ഇപ്രകാരം സംഭവിച്ചത്. അനന്തരം അവർ യോനായെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. ഉടനെ കടൽ ശാന്തമായി. അപ്പോൾ അവർ കർത്താവിനെ അത്യധികം ഭയപ്പെടുകയും അവിടത്തേക്ക് ബലികൾ അർപ്പിക്കുകയും നേർച്ച നേരുകയും ചെയ്തു. യോനായെ വിഴുങ്ങാൻ കർത്താവ് ഒരു വലിയ മത്സ്യത്തെ നിയോഗിച്ചു. യോന 3 രാവും 3 പകലും ആ മത്സ്യത്തിന്റെ ഉദരത്തിൽ കഴിഞ്ഞു. 2 കരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഇന്നിപ്പോൾ അച്ഛൻ നൽകാൻ ആഗ്രഹിക്കുന്ന വലിയൊരു വചനം ഇതാണ്: പാപവും പാപത്തിന്റെ പരിണിത ഫലങ്ങൾ. സിൻ ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ്. ബൈബിളിന്റെ പ്രബോധനം അനുസരിച്ചും സഭയുടെ പ്രബോധനം അനുസരിച്ചും പാപത്തിന് 4 തരത്തിലുള്ള പരിണിത ഫലങ്ങളുണ്ട്. അതാര് ചെയ്താലും രഹസ്യമായോ പരസ്യമായോ ദൈവകൽപ്പനകൾ ഒരാൾ ലംഘിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ 4 മേഖലകളിൽ അതിൻ്റെതായ റിപ്പർക്കഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ ഇഫക്റ്റ്, കോൺസിക്വൻസ്, പരിണിത ഫലം സംഭവിച്ചിരിക്കും. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമത്തെ പരിണിത ഫലം, ദൈവബന്ധം മുറിഞ്ഞു പോകും. An alienation from God, separation from God. ദൈവവുമായിട്ടുള്ള ഐക്യം, കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്. ദൈവവുമായിട്ടുള്ള, സത്യദൈവവുമായിട്ടുള്ള, വിശ്വമിശിഹായുമായിട്ടുള്ള, ക്രൂശിതനായ ഉത്ഥിതനായ ദൈവപുത്രനായ വിശ്വമിശിഹായുമായിട്ടുള്ള ബന്ധം
മുറിഞ്ഞു പോകുന്നു. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധ ത്രിത്വവുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോകുക. ദൈവബന്ധം മുറിഞ്ഞു പോയി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഈ ചില പട്ടം നമുക്കറിയാം, അതിൻ്റെ ചരട് പൊട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ എങ്ങോട്ടാ പോകുന്നത്, എവിടേക്കാണ് പോകുന്നത്, എവിടെ പോയി പതിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലാണ് ദൈവബന്ധം നഷ്ടപ്പെട്ടവന്റെ ജീവിതം അവസാനം എവിടെയാണ് പോയി അവസാനിക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി ആർക്കും പറയാനായിട്ട് സാധ്യമല്ല. ഒന്ന് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ, നന്നായി കൈയടിച്ച്, ശക്തിയോടെ കഴിച്ചു. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പാപത്തിന്റെ രണ്ടാമത്തെ പരിണത ഫലം സമൂഹ ബന്ധം മുറിഞ്ഞു പോകും. നമ്മളായിരിക്കുന്ന സമൂഹം, കുടുംബമാകാം, അപ്പനമ്മ, മക്കള്, അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന സഭാ കൂട്ടായ്മ, ദൈവരാജ്യത്തിന്റെ കൂട്ടായ്മ, അവിടെയുള്ള ആ ബന്ധമുണ്ട്, നമുക്ക് പരസ്പര ബന്ധം, വിശുദ്ധമായ ബന്ധം നഷ്ടപ്പെടും. ഒരു സ്നേഹമുണ്ട്, ഐക്യം നഷ്ടപ്പെടും. ശരിക്കും മനുഷ്യരും തമ്മിലുള്ള ഐക്യം നഷ്ടപ്പെട്ടു പോകുന്നതിന് അടിസ്ഥാന കാരണം ആദ്യം അവന് ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നുമുണ്ട്. അവന്റെ സൃഷ്ടാവായ, അവന്റെ കർത്താവായ, അവന് ജന്മം കൊടുത്ത ദൈവവുമായിട്ടുള്ള ബന്ധമുണ്ട്, സ്നേഹമുണ്ട്, കൂട്ടായ്മയുണ്ട്. അത് നഷ്ടപ്പെട്ടു പോകുന്ന മക്കൾക്ക് എത്ര പരിശ്രമിച്ചാലും ചുറ്റുപാടുകളുമായിട്ട്, അവന്റെ കുടുംബവുമായിട്ടുള്ള ഐക്യം സാധ്യമല്ല. അവിടെയെല്ലാം പിളർപ്പുകൾ ഉണ്ടാകും. ഒരു പക്ഷേ മുഖംമൂടികൾ എന്ന് ഒരുപാടുണ്ട്, അഭിനയിക്കുന്ന ഒത്തിരി ജീവിതങ്ങളുണ്ട്, അഭിനയങ്ങൾ കൂടും. പക്ഷേ കുറെ കഴിയുമ്പോൾ എന്തെങ്കിലും എല്ലാം വെളിച്ചത്ത് വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ദൈവബന്ധം മുറിഞ്ഞു പോകുമ്പോൾ സമൂഹ ബന്ധം നഷ്ടപ്പെടുന്നു. അവിടെ മറ്റൊരിടത്താണ് പാപത്തിന്റെ രണ്ടാമത്തെ പരിണത ഫലം സമൂഹ ബന്ധം, അനേലിനേഷൻ ഫ്രം ദ സൊസൈറ്റി. കുടുംബവുമായിട്ട് അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടും, ഒരു സ്നേഹം നഷ്ടപ്പെട്ടു പോയി പാപം ചെയ്ത് കഴിയുമ്പോൾ. പാപത്തിൽ കഴിയുമ്പോൾ ദൈവവചന വിരുദ്ധമായ ജീവൻ നയിക്കുമ്പോൾ അപ്പനും അമ്മയും തമ്മിലുള്ള സ്നേഹം കുറയും, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം കുറയുക. അത് ഏത് പാപം ചെയ്തു, സമൂഹത്തിൽ ആരെങ്കിലും ദ്രോഹിക്കുമ്പോൾ, എവിടെ എന്തെങ്കിലും ചെയ്തു, അത് വരും. അതിന്റെ അനന്തരഫലം നമ്മുടെ മനസ്സ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതിന്റെ പരിണത ഫലം നമ്മുടെ കുടുംബത്തിലൊക്കെ സംഭവിക്കുന്നത് കാണാൻ പറ്റും. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പാപത്തിന്റെ മൂന്നാമത്തെ പരിണത ഫലം പ്രപഞ്ചവുമായിട്ടുള്ള മനുഷ്യന്റെ സാഹോദര്യം നഷ്ടപ്പെട്ടു പോകും. പ്രപഞ്ചവുമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു. കോസ്മോസുമായിട്ടുള്ള, ഈ പ്രകൃതിയുമായിട്ടുള്ള, അവൻ അധ്വാനിക്കും, ഒരുപാട് കഷ്ടപ്പെടും, പക്ഷേ ആ പ്രകൃതി അവനോട് സഹകരിക്കില്ല. പ്രഭാതം മുതൽ പ്രദോഷം വരെ കിടന്ന് അധ്വാനിക്കും, മരണപ്പണിയും, പക്ഷേ അവസാനം വരുമ്പോൾ എല്ലാം പ്രശ്നങ്ങളാണ്. സമ്പത്തുണ്ടാകും, ആ സമ്പത്ത് തന്നെ ഇവന് വിനയായിട്ടും അപകടമായിട്ടും ചെല്ലും. എന്തേരം വളർന്നാൽ അടുത്ത പ്രശ്നം കയറി വരും. കാരണം പാപം നിൽക്കുന്നിടത്തോളം കാലം അവൻ അധ്വാനിക്കുന്ന മേഖലകൾ അവനോട് പോസിറ്റീവായിട്ട് സഹകരിക്കത്തില്ല. എത്ര വളർന്നാലും ആ വളർച്ചയുടെ അവസാനം തകർച്ചയിലേക്ക് കടന്നു പോകുന്നത് കാണാൻ പറ്റും. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ പറയും, സ്തുതിക്കുക. പാപത്തിന്റെ നാലാമത്തെ പരിണത ഫലം തന്നോട് തന്നെയുള്ള അകൽച്ചയും, തന്നോട് തന്നെയുള്ള ബന്ധം മുറിഞ്ഞു പോകും. അതായത് ഒരുവൻ അവനോട് തന്നെയുള്ള ഒരു സ്നേഹം, ബഹുമാനം, ആദരവ് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അവൻ ചിന്തിച്ചു കൂട്ടും, എന്തിനും ജീവിതത്തിന് അർത്ഥമൊന്നുമില്ല, ദൈവമൊന്നുമില്ല, എന്തിനിങ്ങനെയൊക്കെ ചെയ്യും, ജീവിതത്തിന് മീനിങ് ഇല്ല, ജീവിതം വെറുതെ കളയുക. അവിടെ ചിലരുണ്ട് പോയി ആത്മഹത്യ ചെയ്യും, നിരാശകരെ ആത്മഹത്യ, ചിലർ ഇഷ്ടമുള്ള വഴിയെ പോകും, ചിലപ്പോൾ കുടുംബ ബന്ധങ്ങളൊക്കെ വേർപെടുത്തും. പെട്ടെന്നെല്ലാം തീരുമാനം എടുത്തു, എനിക്കൊന്നും ബാധകമല്ല, എനിക്ക് ആരെയും ബാധകമല്ല, എനിക്ക് ആരെയും നോക്കേണ്ട കാര്യമില്ല. കാരണം നിരാശകർ, കാരണം ദൈവബന്ധം നഷ്ടപ്പെട്ടു പോയവന്റെ ഉള്ളിൽ ഉണ്ടാകുന്നൊരു വലിയൊരു ചിന്തയാണ്, എനിക്കാരുമില്ല, എനിക്ക് മുകളിലും ആരുമില്ല, ചുറ്റും ആരുമില്ല, എനിക്ക് ഞാനേ ഉള്ളൂ എന്നൊരു ഒറ്റ കൺക്ലൂഷനിൽ പോയിട്ട് അവൻ അങ്ങെത്തും. അതാണ് പാപം നൽകുന്നൊരു ഏറ്റവും, അതിന്റെ അപ്പെക്സിൽ ഏറ്റവും ഉയർന്നു വരുമ്പോൾ, പാപം അതിന്റെ മാക്സിമത്തിൽ എത്തുമ്പോൾ അവന്റെ മനസാക്ഷിയിൽ ഉണ്ടാകുന്നൊരു പൈശാചികമായ ചിന്തയാണത്. കൈയടിച്ച് കർത്താവ് തന്നെ പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് കരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ എന്താണ് ഈ പാപം എന്നൊരു വാക്ക് നമ്മൾ ചിന്തിക്കും. വാട്ട് ഇസ് സിൻ? സിൻ എന്നുള്ളത് ഇന്ന് ഉപയോഗിക്കുക എല്ലാവർക്കും പേടി പിടിച്ചൊരു, പക്ഷേ അത് മനുഷ്യന്റെ പേടിക്കേണ്ട വിഷയം തന്നെയാണ്. പാപം ഒരു അനർത്ഥം പിടിച്ച സംഭവം തന്നെയാണ്. ബൈബിളിൽ പറയും പാപം എന്ന് പറയുമ്പോൾ 1 യോഹന്നാൻ 3:4 മുതലുള്ള വചനം പറയുന്നുണ്ട്, പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപം നിയമലംഘനമാണ്, ദൈവകൽപ്പനകളുടെ ലംഘനമാണ് പാപം. സുവിശേഷത്തിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവവചനങ്ങളെ തിരസ്കരിക്കുകയോ അനുസരണക്കേട് കാണിക്കുകയോ ധിക്കരിക്കുകയോ അവഗണിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യുമ്പോൾ അത് പാപമായിട്ട് മാറും. ദാറ്റ്സ് സിൻ. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവവചന വിരുദ്ധമായിട്ട് ഒരാൾ നീങ്ങുമ്പോൾ അത് പാപമായിട്ട് മാറും. ഇപ്പോൾ ആദ്യ മനുഷ്യൻ വിലക്കപ്പെട്ട കനി പറിച്ചു കഴിച്ചപ്പോൾ, അത് ശരിക്കും അത് പറിച്ചു കഴിച്ചപ്പോൾ അത് പാപമാകാൻ കാരണം അത് ചെയ്യരുത് എന്നുള്ള ദൈവത്തിന്റെ നിയമമുണ്ട്. അത് ലംഘിച്ചു കഴിയുമ്പോൾ
അപ്പൊ അവൻ നോക്കി, ഇത് ചെയ്തതിനെ കുഴപ്പമില്ല, ഇത് പറിച്ചു കഴിച്ചാൽ എന്താ? അപ്പൊ പിശാച് പറഞ്ഞു, അങ്ങ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് പറിച്ചു കഴിച്ചാൽ നീ ദൈവത്തെ പോലാകും, ഇതൊന്നും പേടിക്കണ്ട, പാപം ചെയ്തൊന്നും പേടിക്കണ്ട, യു ഡോണ്ട് വറി. പക്ഷെ അവൻ ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവവുമായിട്ടുള്ള അവന്റെ ബന്ധം മുറിഞ്ഞു പോവുക. പിശാചിനറിയാം, പാപം ചെയ്യുന്ന ഏതൊരു വ്യക്തിയും, ദൈവകൽപ്പനകൾ ലംഘിക്കുന്ന ഏതൊരു വ്യക്തിയും ദൈവവുമായിട്ട് അകന്നു പോയിക്കുള്ളൂ. അതാണ് അവന്റെ ലക്ഷ്യം. അവന്റെ സ്രഷ്ടാവുമായിട്ട്, അവന്റെ കർത്താവുമായിട്ട് അവർ ജന്മം നൽകി അവനെ രക്ഷിക്കുന്ന, അവനെ സ്നേഹിക്കുന്ന, അവനെ പരിപാലിക്കുന്ന ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു പോയിക്കൊള്ളൂ. രണ്ട് കാര്യം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ അണക്കരയിൽ ധ്യാനത്തിൽ കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്. അതായത് നല്ലൊരു നമുക്ക് ആദ്യത്തെ ധ്യാനം തുടങ്ങുന്ന മിക്കവാറൊക്കെ ശനിയാഴ്ച വൈകിട്ടായിരിക്കും, ചിലപ്പോൾ ഞായറാഴ്ച വൈകിട്ട് തുടങ്ങും. അപ്പം ശനിയാഴ്ച വൈകിട്ട് ധ്യാനം തുടങ്ങും, ഞായറാഴ്ച ധ്യാനം പകലുണ്ട്, തിങ്കളാഴ്ചയായിരിക്കും മിക്കവാറും കുമ്പസാരം വരുന്നു. കുമ്പസാരത്തിന് സമയം വരെ നല്ല ടഫാണ് നമുക്ക്. കാരണം തിന്മ ഇങ്ങനെ മനുഷ്യൻ നിൽക്കുമ്പോൾ നമുക്കറിയാം, ആൾക്കാരെ കൊണ്ട് ക്ലാസ് എടുക്കുന്ന സമയം നമുക്ക് ഫീൽ ചെയ്യും, ഒരു നെഗറ്റീവ് സ്പിരിറ്റ് അടിക്കും. പക്ഷെ കുമ്പസാരം എന്ന സംഭവം കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഈ കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാവും. ആ സമയം മുതൽ രോഗശാന്തികളും വിടുതലും സൗഖ്യമൊക്കെ സംഭവിക്കും. കാരണം പാപം അവനിന്ന് വിട്ടുപോയിട്ട് അവൻ ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെട്ട് കഴിഞ്ഞപ്പോൾ, റിക്കൺസൈൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ, പിന്നെ അവന്റെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹം ഓടുക. ഒന്നുമില്ലാത്ത നല്ല പ്രാർത്ഥിക്കുന്ന കാണാൻ പറ്റും, പ്രാർത്ഥിക്കാൻ അറിയത്തില്ലാത്തവൻ പോലും പ്രാർത്ഥിക്കുന്ന കാണാൻ പറ്റും. അവന് ഭാര്യയോട് ക്ഷമിക്കുന്ന കാണാൻ പറ്റും, ഭർത്താവിനോട് ക്ഷമിക്കുന്ന കാണാൻ പറ്റും, മക്കളോട് ക്ഷമിക്കുന്ന കാണാൻ പറ്റും, സഭയോട് ക്ഷമിക്കുന്ന കാണാൻ പറ്റും, വൈദികരോട് ക്ഷമ ചോദിക്കുന്ന കാണാൻ പറ്റും, മെത്രാന്മാരോട് ക്ഷമ ചോദിക്കുന്ന കാണാൻ പറ്റും. അവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റം വരിക. കാരണം ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടുന്ന കുമ്പസാരം എന്ന കൂദാശ നടത്തിക്കഴിഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തിലേക്ക് പ്രകാശം വരിക, നിത്യപ്രകാശമായ ഈശോയുടെ സാന്നിധ്യം കടന്നു വരിക. പക്ഷെ പാപം ഉള്ളി വെച്ചുകൊണ്ട് വേറെ എന്തെല്ലാം കാണിച്ചാലും ഈ ഒരു അനുഭവം ഉണ്ടാകത്തില്ല. നല്ല അനുരഞ്ജനത്തിന്റെ കൂദാശ അല്ലെങ്കിൽ കുമ്പസാരം, പാപമോചനം നേടിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ, ശരിക്കും വിടുതൽ കിട്ടാൻ പറ്റുള്ളൂ. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കൾ, നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. എന്തിനു മരിച്ചു? ശരിക്കും ഈശോ കുരിശിൽ മരിച്ചതിന് ലക്ഷ്യം എന്താ? ഒറ്റ കാരണമുള്ളൂ, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയാ, പാപത്തിന്റെ വേദനമായ മരണത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാ, പിതാവായ ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടുത്താൻ വേണ്ടിയാ. നമുക്ക് കിട്ടേണ്ട ശിക്ഷ മുഴുവൻ ഈശോ ഏറ്റെടുക്കുക. അങ്ങനെ ഈശോ നമ്മെ പാപത്തിന്റെ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കുക. അങ്ങനെ മോചിപ്പിച്ച് നമ്മെ ദൈവപിതാവുമായിട്ട് ഐക്യത്തിലാക്കുക. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് മക്കളൊന്നും ചേർന്നിട്ട് ഉച്ചത്തില്ല പോരല്ലോ, നന്നായിട്ട് കൈയടിച്ച് രണ്ട് കരം എടുത്ത് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും കാണാറുണ്ട്, പാപത്തിന്റെ പരിണിത ഫലം അതൊരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിയിലല്ല സംഭവിക്കുന്നത്. നമ്മുടെ യുക്തിയിലും ബുദ്ധിയിലും ഒന്നുമല്ല പലപ്പോഴും സംഭവിക്കുക. അതിന് വേറെ റൂട്ടാണ് അത് നിൽക്കുന്നത്. അപ്പൊ ഒരു രഹസ്യഭാവം ഒരാൾ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ പരിണിത ഫലം അത് ദൈവശിക്ഷയല്ല, ദൈവസ്നേഹം തന്നെയാണ്, ദൈവം കരുണ തന്നെയാണ്, ദൈവത്തിന്റെ സ്നേഹമാണ്. ദൈവമല്ല ഇവിടെ, ഇത് ദുഷ്ടാരൂപിയുടെ പ്രവർത്തനം. പാപം തന്നെ നൽകുന്നൊരു അതിന്റെ പരിണിത ഫലം, അതിന്റെ വേദന ഉണ്ട്. പാപം അതിന് വേദന നൽകും. അപ്പൊ ഏതൊരു പാപവും ഒരു അപ്പനെ കബളിപ്പിക്കുന്നു, അമ്മയെ കബളിപ്പിക്കുന്നു, ചതിക്കുന്നു, ഭാര്യയെ ചതിക്കുന്നു, അല്ല ഭർത്താവിനെ ചതിക്കുന്നു, മക്കളെ ചതിക്കുന്നു, അല്ലെങ്കിൽ അന്ധവിശ്വാസം ഒരു മന്ത്രവാദിയുടെ അടുത്ത് ഒറ്റ പ്രാവശ്യം പോലും അത് അതിന് പരിണിത ഫലം ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ട്. കൈനോട്ടത്തിന് പോയി, ഉറപ്പായിട്ടിന് പരിണിതഫലമുണ്ടാവും. ഒരാളെ നശിപ്പിച്ചു, ജീവിതം നശിപ്പിച്ചു, തീർച്ചയായിട്ടും പരിണിതഫലമുണ്ടാവും. രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്, ഇവിടെ രക്ഷപ്പെടാൻ വഴിയുണ്ട്. അതാണ് റോമാലേഖനം 8:1 പറയും, ആകയാൽ ഇനി യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്തിനാണ് തിരുസഭ ദേവാലയം നിർമ്മിച്ച് അനുദിനം ബലികൾ അർപ്പിച്ച് കൂദാശകളെല്ലാം നമുക്ക് പരിക്രമം ചെയ്ത് തരുന്നറിയാവോ? എപ്പോഴും നമ്മെ കഴുകി വിശുദ്ധീകരിച്ച ആ ദൈവവുമായിട്ടുള്ള ഐക്യത്തിൽ നിർത്താൻ വേണ്ടിയാ. അല്ലെങ്കിൽ അതിന്റെ പരിണിത ഫലം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഈശോ നമ്മെ സ്നേഹിക്കുന്ന ദൈവം തന്നെ, അതിന് യാതൊരു മാറ്റമില്ല. ദൈവത്തിന്റെ കരുണയ്ക്ക് യാതൊരു മാറ്റമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണിത്, പാപത്തിന് പരിണിത ഫലമുണ്ട്. അതില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ പിശാചിന്റെ സന്തതിയെ. അതായത് പ്രഭാഷകന്റെ പുസ്തകം 21:1-2-3 വചനം പറയും, മകനെ നീ പാപം ചെയ്തിട്ടുണ്ടോ? ബേല് ചെയ്യരുത്. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായിട്ട് നീ പ്രാർത്ഥിക്കുക. സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക. മദ്യപാനമൊക്കെ സുവിശേഷ അധിഷ്ഠിതമായി ധ്യാനിക്കുമ്പോൾ പാപമാണത്. മയക്കുമരുന്ന്, ലഹരികളും ഈ കള്ളക്കച്ചവടങ്ങളും എല്ലാം പാപം. വ്യഭിചാരം, മ്ലേച്ഛത, സ്വർഗരതിയ്, സ്വയംഭോഗോ അല്ലെങ്കിൽ ബ്ലൂ ഫിലിം, മ്ലേച്ഛത, ഇങ്ങനെയെല്ലാം പോകുന്നത് സുവിശേഷ വചനത്തിന്റെ കണ്ണിലൂടുന്നു. ദൈവവചനം അനുസരിച്ച് പാപമാണ്, എല്ലാം പാപമാണത്.
മാതാപിതാക്കളെ പീഡിപ്പിക്കുന്നത്, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നത് അത് പാപമാണത്. വെറുപ്പും വിദ്വേഷവും വെച്ച് പകയും വെച്ചുകൊണ്ട് പാപമാണ്. കള്ളസാക്ഷ്യം പറയുന്നത്, നുണ പറയുന്നത് മുഴുവൻ പാപമാണ്. അപ്പൊ ഇത് വരുമ്പോൾ അതിന്റെ പരിണിത ഫലം കൂടുകയാണ്. ഇത് ലോകത്തിൽ, ഈ പ്രപഞ്ചത്തിൽ പല അനർത്ഥങ്ങളും സംഭവിച്ചിട്ടുണ്ട്. മനുഷ്യരെല്ലാവരും പറയും അതുകൊണ്ടാണ് ഇതുകൊണ്ട് ഒരുപാട്, എല്ലാവരും അവരോട് സയന്റിഫിക്കൽ വേ ഓഫ് തിങ്കിങ് ഉണ്ടല്ലോ. തീർച്ചയായും സയന്റിഫിക്കൽ വേ ഒക്കെ ചിന്തിച്ചു, ഒരു കുഴപ്പമില്ല. പക്ഷേ സുവിശേഷം എന്ത് പറയുന്നു എന്നൊരു കേൾക്കണം. സുവിശേഷത്തില് പ്രപഞ്ച ദുരന്തങ്ങളുടെ പിന്നിലുള്ള പല കാരണം പറഞ്ഞു പാപം എന്ന് പറയും. നോഹയുടെ കാലത്തുണ്ടായി വലിയൊരു ജലപ്രളയത്തെ കുറിച്ച് ബൈബിള് പറയുന്നു. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചപ്പോൾ സംഭവിച്ചെന്ന് പറയുന്നത്. സൊദോം ഗൊമോറയില് അഗ്നിയും ഗന്ധവും ഇറങ്ങി ആ സൊദോം ഗൊമോറ നശിപ്പിക്കപ്പെട്ടു. അതാണ് ഇന്നത്തെ ചാവുകടലെന്ന് സഭ പറയുന്നു. അപ്പൊ അതിന് ചരിത്രം പഠിക്കുമ്പോൾ ആ ദേശം മുതൽ ജഡിക പാപങ്ങളുടെ ലോകമായിരുന്നു, മ്ലേച്ഛ പാപം. അത് ചെയ്ത കുഴപ്പമൊന്നും. അവസാനം 2 ദൈവദൂതന്മാര് ലോത്തിന്റെ വീട്ടിൽ കയറി വരുമ്പോൾ ആ ദൈവദൂതന്മാരെ പോലും പാപത്തിലേക്ക് വിളിക്കുന്ന ഒരു ജനത അത്രമാത്രം അധപ്പതിച്ചു. ആരുമായിട്ടും ജഡിക പാപം, ദൈവദൂതന്മാരോട് പോലും അവരെ പോലും വെറുതെ വിടാതെ വിളച്ചതിലോട്ട് വിടുന്നു. പക്ഷെ ഉടനെ തന്നെ ദൈവദൂതന്മാര് പറയുന്നുണ്ട്, ലോത്തേ നിന്റെ ഭാര്യയും മക്കളെ കൂട്ടിക്കൊണ്ട് പെട്ടെന്ന് ഇറങ്ങിക്കുള്ളൂ, അടുത്ത നഗരത്തോട്ട് ഇവിടെ അനർത്ഥം വരാൻ പോവുക. കാരണം പാപത്തിന്റെ പരിണിത ബൈബിളിൽ വെളിപാടാണ്. അത് മനുഷ്യബുദ്ധിക്ക് അതീതമാണ്. ഒരു സയൻസിനും വെളിപാടിന്റെ ആ ഒരു ലെവലിൽ എത്താൻ പറ്റില്ല. സയൻസൊക്കെ ഒത്തിരി താഴെയാണ്. ദൈവവചനം അല്ലെങ്കിൽ വെളിപാടുകള്, പരിശുദ്ധാത്മാവിന്റെ വെളിപാടുകള് ഉയർന്നു നിൽക്കുന്ന സംഭവമാണ്. ഉയർന്നു നിൽക്കുന്ന യോഹന്നാനൊക്കെ പറയുന്നത്, യോഹന്നാൻ സുവിശേഷമൊക്കെ പറയുന്ന വെളിപാടുകളൊക്കെ മനുഷ്യബുദ്ധിക്കൊന്നും കയറുന്ന സംഭവമൊന്നുമല്ലത്. അത് ഉയർന്നു നിൽക്കുന്ന സംഭവമാണത്. അപ്പൊ പരിശുദ്ധ അമ്മയില് ഈശോ ജനിക്കുന്നു, വചനം മാംസമാവുന്നു. അത് വെളിപാട് തല, അത് മനുഷ്യബുദ്ധിക്കകത്ത് പ്രവേശിക്കുന്ന കാര്യമല്ല, മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ ആ ഒരു തലമുണ്ട്. ആ തലം ബൈബിള് മുഴുവൻ അങ്ങനെ ഒരുപാട് ഈശ്വര ഉത്ഥാനം, സ്വർഗാരോഹണം, പരിശുദ്ധ പെന്തക്കോസ്ത, ഇതുപോലെ വെളിപാട് തല. അതൊന്നും ബുദ്ധിക്കകത്ത് കയറാൻ നോക്കരുത്. അത് നോക്കുമ്പോഴാണ് പലതും പറയും കുഴപ്പമില്ല, പാപമില്ല, സാരമില്ല, ഒരു കുഴപ്പം, ഇതൊന്നും ബാധിക്കില്ല, ഇതൊക്കെ ഇല്ലെങ്കിൽ, ഇത് ചെയ്തില്ലെങ്കിലേ കുഴപ്പമുള്ളൂ. അവിടെ പ്രിയപ്പെട്ട മക്കളെ, യഥാർത്ഥത്തില് ഈ തിന്മയോടുള്ള നമ്മൾ വിട പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ നാടും നമ്മുടെ കുടുംബങ്ങളൊക്കെ ഒരുപാട് വേദനയിലൂടെ കടന്നു പോകേണ്ടി വരും. കാരണം വെച്ചാൽ ബൈബിളിന്റെ വെളിച്ചത്തിൽ, ഞാൻ വേറൊന്നിന്റെ വെളിച്ചത്തിൽ, സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ ഒരുപാട് പേര് ബൈബിളിനെ ഒരുപാട് പലതരത്തിൽ വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് എന്നോട് പറയാറുള്ളത് 2 കൊരിന്ത്യർ 2:17 വ്യാഖ്യാനിക്കാറ്. ദൈവവചനത്തില് മായം ചേർത്ത് കച്ചവടം നടത്തുന്ന അനേകരുണ്ട്. എന്നാൽ ഞങ്ങൾ അവരെ പോലല്ല, വചനത്തിൽ വെള്ളം ചേർക്കുക, സത്യസന്ധമായിട്ട് സുവിശേഷം പ്രസംഗിക്കുന്നവരാണെന്ന് പൗലോസ് ഏറ്റുപറയുക. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കൈകളടിച്ച് കർത്താൻ നന്ദി പറഞ്ഞേ. ഉച്ചത്തിൽ കൈയടിച്ച് നന്നായിട്ട് കൈയടിച്ച് ഹല്ലേലൂയ. പണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടം ഇത്. അപ്പൊ അവിടെയാണ് ചില ദൈവവചനം എടുക്കുമ്പോൾ അത് ഇഷ്ടപ്പെടില്ല. വചനം പറയുന്നവനും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. കാരണം 1 തിമോത്തി 6:10 ധനമോഹമാണ് എല്ലാ തിന്മകളുടെ അടിസ്ഥാന കാരണം. കൊളോസസ് 3:5 പറയും വിഗ്രഹ ആരാധന തന്നെയാ ദ്രവ്യാസക്തി നോടി മാറും. ഇത് തിന്മ നിൽക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ കിടന്ന് നമ്മൾ ചില കലാപരിപാടികൾ കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ശരിക്കും മാനസാന്തരപ്പെടണം, വേറൊരു വഴിയില്ല. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് അപ്പോസ്തലപ്പെടുന്നത് 2:37 മുതൽ 39 വരെയുള്ള വചനം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. പത്രോസിന്റെ മറ്റ് അപ്പോസ്തലരുടെ അടുക്കലേക്ക് ആളുകൾ ഒരുമിച്ച് ഓടി വന്നിട്ട് പറയും, സഹോദരന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഉടനെ പത്രോസ് പറയുന്നുണ്ട്, നിങ്ങൾ പശ്ചാത്താപിക്കുകയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവിൻ, ഈശോയിലേക്ക് വരിക. ഈശോ പാപമോചനോ പാപപരിഹാരോ അവനിലൂടെ ജീവിത വിശുദ്ധിയിലേക്ക് വരും. അതുകൊണ്ട് ഒരൊറ്റ വഴി, അല്ലാതെ വേറെ വഴിയിലൂടെ ഈ അനർത്ഥങ്ങളിൽ നിന്ന് പുറത്തു വരാനായിട്ട് നമുക്ക് സാധിക്കില്ല. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വേ ആരാധന. ഞാൻ ഒരുപാട് മക്കളെങ്കിലും കൗൺസിലിങ്ങും പ്രയറൊക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ ആളുകൾ വരുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ചിലപ്പോൾ നന്നായിട്ട് ക്ലിയർ ആയിട്ട് പറയും. അപ്പൊ ചില പ്രശ്നങ്ങളും രോഗങ്ങളും ദുരന്തങ്ങളും ആയിട്ട് വരുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിൽ രഹസ്യ മേഖല മുഴുവൻ വെളിപ്പെടുത്തരും. അപ്പൊ ഇവരത് കരയാൻ തുടങ്ങും. ഞാൻ പറഞ്ഞു, എന്നോടും തോന്നരുത്, ഈശോ ഇതെല്ലാം വെളിപ്പെടുത്തുന്നത് എന്തിനാ വെച്ചാൽ വേറൊന്നുമില്ല, നല്ല കുമ്പസാരം നടത്തുക, കർത്താവിനോട് ഐക്യപ്പെടുക, മാപ്പ് പറയുക, ജീവിതം തിരുത്തുക, ഇനി പാപം ചെയ്യായിരുന്നാൽ മതി, ബാക്കി ദൈവാനുഗ്രഹം അവിടെ ഓട്ടോമാറ്റിക്കലി അവിടെ എത്തിക്കും, കർത്താവിന് അനുഗ്രഹം അവിടെ ഉണ്ടായിക്കോളൂ, ഇനി വിശുദ്ധി ജീവിച്ചാൽ മാത്രം മതി, ബാക്കി ദൈവം തന്നോളൂ. കാരണം അതുകൊണ്ട് ഈ പാപത്തിന് പരിണിത ഫലം ഉണ്ട്. സർവ്വത്തെ പ്രതി ഹല്ലേലൂയ. സങ്കീർത്തനം 32:1 മുതൽ 7 വരെയുള്ള വചനം വായിക്കുമ്പോൾ അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് പൊറുതിയും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ.
ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എന്റെ ശരീരം ക്ഷയിച്ചുപോയി. സങ്കീർത്തകൻ പറയാ, പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പാപമോചനം വാങ്ങിക്കാത്തതുകൊണ്ട് ഞാൻ ക്ഷയിച്ചു പോവാ. അതിനർത്ഥം എന്താ? ഒരുവനിൽ പാപം ഇരുന്നാൽ അടിക്കടി അവൻ ക്ഷയിച്ചു പോകുന്ന പറയുന്നത്. ഇന്ന് പല കുടുംബങ്ങളും നല്ല വിദ്യാസമ്പന്നരും അറിവുള്ളവരും കഴിവുള്ളവരും ഒക്കെ തീർന്നു പോകുന്ന കാണാം. കാരണം തിന്മയിരിപ്പുണ്ട്. ഏതോ ദൈവകൽപ്പനകൾ രഹസ്യമായോ പരസ്യമായോ ലംഘിക്കുന്ന ഏതോ ഒരു മേഖല ഉണ്ട്. അത് മൂടിയിട്ടിരിക്കുകയാണ്, ആരും കാണാതെ രഹസ്യത്തിൽ നടക്കുന്ന. അങ്ങനെ വചനമുണ്ടല്ലോ, സങ്കീർത്തനം 90:8. രഹസ്യഭാവം കർത്താവിന്റെ മുഖപ്രകാശത്തിൽ വെളിപ്പെടുന്നു. കർത്താവിന്റെ മുഖപ്രകാശത്തിൽ രഹസ്യഭാവങ്ങൾ വെളിപ്പെടുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളൊന്ന് അനുദപിക്കണം, പശ്ചാത്തപിക്കണം. അവിടെ പാപത്തെയും പാപമാർഗങ്ങളെയും എടുത്തു കളഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും നമുക്ക് കൃപയിലേക്ക് വരാനായിട്ട് പറ്റുള്ളൂ. സ്ഥിരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. കൈകളടിച്ച് കർത്താവ് പറഞ്ഞേ ഉച്ചത്തിൽ 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 ശക്തിയോടെ ശക്തിയോടെ. പ്രൈസ് ദി ലോർഡ്. ചില തകർന്ന കുടുംബങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട്. ചില രോഗികൾ, ഒരിക്കലും കൊണ്ടൊരു വലിയ സോറിയാസിസ് രോഗി, വലിയൊരു രോഗി, അവൻ്റെ ശരീരം മുഴുവൻ രോഗപീഠയാൽ വലഞ്ഞിരിക്കുന്നു. അപ്പം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റ ചോദ്യമുള്ളൂ. പരിശുദ്ധാത്മാവ് ചോദിക്കും, കുമ്പസാരിച്ചോ? ഇല്ല. എത്ര നാളായി? കുറേ നാളെ, വർഷങ്ങളായി. ഞാൻ പറഞ്ഞു, ആദ്യം പിന്നെ കുമ്പസാരിക്കും. മേക്ക് എ ഗുഡ് കൺഫെഷൻ, ഗോ ഫോർ എ ഗുഡ് കൺഫെഷൻ. ഞാൻ പറയും എല്ലാം നന്നായിട്ട് തുടങ്ങും. അതിന് മുമ്പ് ഞാൻ പറയും ഒരു കൗൺസിലിംഗ് നടത്താൻ പറയും. ഇയാൾ ആ രോഗാവസ്ഥയിൽ തന്നെ പോയി കൗൺസിലിങ്ങിന് നടത്തും. ഞാൻ കൗൺസിലേഴ്സിനോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, 10 പ്രമാണങ്ങൾ നിങ്ങൾ ശരിക്കും അവരോട് ചോദിക്കണം. എന്നിട്ട് അവരോട് നല്ല കുമ്പസാരത്തെ അവർ ഒരുക്കി വിടുക. അപ്പോൾ അവർ പോയിട്ട് നന്നായിട്ട് ഒരുക്കിയ ശേഷം പോയി കണ്ണുനീരൊഴുക്കി മനുഷ്യൻ കുമ്പസാരിച്ച ശേഷം എൻ്റെ അടുത്ത് വന്നു. അപ്പം ഈ സമയത്ത് ഈ മനുഷ്യൻ തലേക്ക് വെച്ച് ഞാൻ ഡെലിവറസ് ഈശ്വര നാമത്തിൽ കൃപ പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പിന്നീട് ഈ മനുഷ്യൻ വരുന്നത് പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ടുകൊണ്ട്. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. കർത്താവ് അവൻ്റെ ശരീരത്തിൽ രോഗപീഠ മുഴുവൻ എടുത്ത് മുഴുവൻ അറിയും. ശരിക്കും ഈ ശരീരത്തിലൊക്കെ കാണുന്ന പല രോഗങ്ങളൊക്കെ ഉള്ളിലുള്ള അഴുക്ക് പുറത്തോട്ട് വരുന്നതാ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ചില തിന്മകളുണ്ട്, അത് രോഗങ്ങളായിട്ട്, പലവിധ രോഗങ്ങളായിട്ട് പുറത്തു വരും. പലവിധ രോഗങ്ങളായിട്ട് ഒക്കെ വരും. അപ്പൊ അത് അനുദപിക്കാനുള്ള അവസരമാ, പശ്ചാത്തപിക്കാനുള്ള അവസരമാ, തിരിച്ചു വരാനുള്ള അവസരമാണിത്. അപ്പൊ അതുകൊണ്ട് സഹനങ്ങൾ വരുമ്പോൾ എന്റെ ജീവിതത്തിൽ ഏതോ ഒരു മേഖലയിൽ വിശുദ്ധീകരണം ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. വിശുദ്ധീകരണം ദൈവം അവൻ ചെയ്യാൻ പഠിക്കണം. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷെ വചനം തുടങ്ങിയത് യോനാ പ്രവാചകന്റെ ചരിത്രം പറയാൻ പോകും. അതായത് യോനാ പ്രവാചകൻ, ദൈവത്തിന്റെ പ്രവാചകൻ, ദൈവം തെരഞ്ഞെടുത്ത പ്രവാചകന്. ആ പ്രവാചകനോട് ദൈവം ഒരു ദിവസം പറയുകയാണ്, വെളിപ്പാടിലൂടെ പറയുകയാണ്, യോനാ, നിനവേ ദേശത്ത് പോയിട്ട് നീ വചനം പ്രസംഗിക്കണം. അവിടെ വലിയൊരു അനർത്ഥം വരാൻ പോവുക, ഒരു പ്രകൃതി ദുരന്തമാകാം, ഒരു ദുരന്തം വരാൻ പോവുക. 40 ദിനങ്ങൾ കഴിയുമ്പോൾ അവിടെ നീ പോയിട്ട് അവരോട് മാനസാന്തരപ്പെടണം. ചരിത്രം പഠിക്കുമ്പോൾ സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനവേ ദേശത്ത് 2 തരം തിന്മകൾ ഏറ്റവും കൂടുതലായിരുന്നു. 2 തരം തിന്മകളുണ്ട്. ഒന്നാം പ്രമാണ ലംഘനം, വളരെ സ്ട്രോങ് ആയി, വളരെ അതായത് സത്യദൈവത്തിന് കൊടുക്കേണ്ട ആരാധന അതിൽ നിന്ന് മാറിയിട്ട് പൈശാചിക അരൂപികൾക്കും അങ്ങനെയുള്ള വിഗ്രഹങ്ങൾക്കും എല്ലാം കൊടുത്തുകൊണ്ട് കഴിയുന്ന ഒരു ജനത അവിടെയുണ്ട്. വളരെയധികം മ്ലേച്ഛ ആചാരങ്ങളും മനുഷ്യക്കുരുതികളും പറയാൻ പോലും കൊള്ളില്ലാത്ത വിധത്തിലുള്ള പൈശാചിക വിഗ്രഹ ആരാധനയിൽ മുഴുകിക്കഴിഞ്ഞിരുന്ന ജനതയായിരുന്നു. അപ്പൊ അതോടൊപ്പം തന്നെ കാണാൻ പറ്റും 5-6 പ്രമാണങ്ങളിലൊക്കെ, അത് ഈ ഒരുപാട് നരഹത്യകൾ. രണ്ടാമത് പറയുന്നത് മ്ലേച്ഛപാവം, അത് വളരെ പറയാൻ പോലും അത്ര വൃത്തികെട്ട ജീവിതം, സെക്ഷൽ അബറേഷൻസ്, ഓൾ കൈൻഡ്സ് ഓഫ് ഡീവിയേഷൻസ്, പൈശാചികമായ തിന്മയ്ക്കകത്ത്. ഈ 2 തിന്മ നിറഞ്ഞ ദേശമായിരുന്നു ശരിക്കും ഈ നിനവേ എന്ന രാജ്യം എന്ന് പറയുന്നത്. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ശ്രദ്ധപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. ഈ സമയത്താണ് ദൈവം പ്രവാചകന് മുന്നറിയിപ്പ് എടുക്കുക, ആ ദേശത്തിൽ എന്തോ അനർത്ഥം വരാൻ പോകുന്നു, അനുദപിക്കാൻ പറ, പശ്ചാത്തപിക്കാൻ പറ, തിരുത്താൻ പറ, ജീവിതം മാനസാന്തരപ്പെടുത്തണം. പക്ഷേ യോന പ്രവാചകൻ അങ്ങോട്ട് പോകുന്നില്ല. യോന പ്രവാചകൻ ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോവാണ്, വഴിയെ പോവാണ്. തർസസിലേക്കുള്ള കപ്പലിൽ കയറി യാത്ര ചെയ്ത് തർസിലെ കപ്പലോട്ട് കയറി പോവാണ്, ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് പോവാണ്. ഇവിടെ യോനയുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. അതായത് യോന ദൈവവചനം അനുസരിക്കാതെ തന്റെ സ്വന്തം വഴിക്ക് പോകുക. ദൈവം പറയുന്ന വഴിക്ക് പോവാ, സ്വന്തം വഴിക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഇനി പഠിക്കേണ്ടത്. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ആദ്യം വരുന്നത് ഒരു കൊടുങ്കാറ്റ് കടലേക്ക് ദൈവം അയച്ചെന്ന് പറയുന്നത്. അവൻ പോകുന്ന വഴിയിൽ ഒരു കൊടുങ്കാറ്റ് വരികയാണ്.
കടലിലെ കപ്പൽ നേരെ വരിക. ഇത് കടന്ന് അപകടത്തിൽപ്പെടുക. അപകടത്തിൽപ്പെടുക. കടലിൽ മുങ്ങിപ്പോകുന്ന അവസ്ഥയത്ത് കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുക. അപ്പൊ ദൈവവഴിയിൽ നിന്ന് മാറി ഓപ്പോസിറ്റ് സ്വന്തം വഴിയിലൂടെ പോകുമ്പോഴാണ് ചിലപ്പോഴൊക്കെ നമുക്ക് ഈ വലിയ കൊടുങ്കാറ്റ് നമുക്കുണ്ടാവും. മുന്നോട്ട് പോകാൻ പറ്റാത്ത കൊടുങ്കാറ്റുണ്ടാകുന്നതിന്റെ ഒരു കാരണം ദൈവവഴിയിൽ നിന്ന് മാറി സ്വന്തം വഴിയെ പോകുന്നുണ്ട്. സ്വന്തം വഴി തിരഞ്ഞെടുത്ത്, ഇവിടെ ദൈവത്തിന് സ്ഥാനമില്ല, ദൈവവചനത്തിന് സ്ഥാനമില്ല, അങ്ങനെ പോകുന്ന വഴിയിൽ ഈ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കും. അവിടെ വീണ്ടും നമ്മൾ കാണാൻ പറ്റുവേ, അപ്പോൾ ഈ കൊടുങ്കാറ്റാഞ്ഞൊടിച്ചു. ഈ കപ്പലിനകത്തുള്ള കപ്പിത്താനും മറ്റ് പണിക്കാരെല്ലാവരും കൂടി കപ്പൽ നിയന്ത്രിക്കാൻ വേണ്ടി അവരുടേതായ ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട്. കപ്പൽ പായ അഴിച്ച് താഴെയിടുന്നു. കപ്പലിനകത്തുള്ള ഭാരമുള്ള വസ്തുക്കളെടുത്ത് കടലിലേക്ക് വലിച്ചെറിയുന്നു. അങ്ങനെ ബുദ്ധി കൊണ്ട് ഈ കപ്പലിനെ നിയന്ത്രിക്കാൻ വേണ്ടി എത്ര നോക്കിയിട്ട് ഇത് നിയന്ത്രിക്കപ്പെടാൻ പറ്റും. അപ്പോൾ അവർ തന്നെ ആരോ പറയും, ഇതൊരു സ്വാഭാവികമായ കൊടുങ്കാറ്റല്ല, അതിസ്വാഭാവികമായ കൊടുങ്കാറ്റ്. അത് തിരിച്ചറിയണേ. നമുക്ക് സ്വാഭാവികമായി പ്രയാസങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ വരാം ജീവിതത്തിൽ, അങ്ങനെ സ്വാഭാവികമായി പക്ഷെ ചിലത് കണ്ടിന്യൂസ് ആയിട്ട് ചിലത് വരും. ചില കുടുംബങ്ങളിൽ കാണാം, ചില വ്യക്തികളിൽ കാണാം, ചില കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ അതിസ്വാഭാവികമായൊരു കൊടുങ്കാറ്റ്. അപ്പൊ അതിന് പിന്നിൽ എന്തോ കാരണമുണ്ട്. അതുകൊണ്ട് ആ ഒരു കൊടുങ്കാറ്റിനെ നിയന്ത്രിക്കാനായിട്ട് ബുദ്ധി ഉപയോഗിച്ചത് കൊണ്ട് കാര്യമില്ല. കപ്പൽ പായ അഴിച്ച് കളഞ്ഞുകൊണ്ട് കാര്യമില്ല. ഭാരമുള്ള വസ്തുക്കൾ എടുത്ത് കളഞ്ഞുകൊണ്ട് കാര്യമില്ല. അവിടെ അതിനകത്ത്, ഈ കപ്പലിനകത്ത് എന്തോ തിന്മയിരിപ്പുണ്ട്. ദൈവഹിതത്തിന് വിരുദ്ധമായത് എന്തോ ആ കപ്പലിനകത്തുണ്ട്. അതാണ് അവർക്കുണ്ടാകുന്ന തിരിച്ചറിവത. അതാണ് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞവർക്കറിയാം. ഇവിടെ ബുദ്ധിയുടെ പ്രശ്നമല്ല, കഴിവിന്റെ കുഴപ്പം. ചില കുടുംബങ്ങളുടെ ചരിത്രം പഠിച്ചു, ചില വ്യക്തികളുടെ ചോദിച്ചു. അവിടെ നാശത്തിന് കാരണം അവിടെ കഴിവില്ലായ്മ കൊണ്ടല്ല, അവിടെ ബുദ്ധിയില്ലായ്മ കൊണ്ടല്ല, അവരെ മിടുക്കില്ലാത്തതുകൊണ്ടല്ല, വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടല്ല, ബന്ധങ്ങളില്ലാത്തതുകൊണ്ടല്ല, വേറെ ഏതോ ഒരു കാരണം. സ്വാഭാവികമായ കാരണമല്ല, അതിസ്വാഭാവികമായ ഒരു കാരണം. ശ്രവണത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ അവരൊരു നിഗമനത്തിലെത്തുക, ഇതിനകത്ത് ദൈവഹിതത്തിന് വിരുദ്ധമായതെന്തോ ഇരിപ്പുണ്ട്. അവർ തിരയുകയാണ്, കപ്പൽ മുഴുവൻ തിരയുക, എല്ലായിടത്തും തിരഞ്ഞ് അടിയിൽ ചെല്ലുമ്പോൾ കാണാവേ യോന എന്ന് പറയുന്നവൻ പ്രവാചകൻ കിടന്നുറങ്ങുകയാണ്. അവൻ ഉറക്കത്തില്ല. പ്രവാചകനോ ദൈവം തെരഞ്ഞെടുത്തവൻ, ദൈവം അവനോട് പോകാൻ പോകുന്ന പറഞ്ഞു കിടന്നുറങ്ങുക. എന്തുകൊണ്ടാണ് ഇവന് ഉറങ്ങുന്നത്? ബാക്കി എല്ലാവരും താങ്കൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവൻ പ്രാർത്ഥിക്കുന്നില്ല. പ്രാർത്ഥിക്കാൻ പറ്റില്ല. ദൈവത്തിന്റെ വഴിയിലൂടെ പോകുന്നവനെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ദൈവവചനം അനുസരിക്കുന്നവനെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. വിശുദ്ധി പാലിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂ. വിശ്വാസമുള്ളവനെ പ്രാർത്ഥിക്കാൻ പറ്റൂ. പ്രമാണങ്ങൾ ലംഘിക്കുന്നവനെ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും. അവനും പള്ളിയും തമ്മിൽ ബന്ധമില്ല, അവനും ദിവ്യകാരനും തമ്മിൽ ബന്ധമില്ല. അവനെങ്ങനെ പ്രാർത്ഥിക്കാം? അവൻ ജപമാലയായിട്ട് ബന്ധമില്ല. വിശുദ്ധി പാലിക്കുന്നവനല്ലേ ജപമാല എല്ലാം പറ്റുള്ളൂ, അല്ലെ അങ്ങനെ ചെല്ലാൻ പറ്റിയത്? കാരണം ബന്ധമില്ല. അവനറിയാം പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് കപ്പലിന്റെ അടിത്തട്ടിൽ ഇവൻ കിടന്ന് ഉറങ്ങുകയാണ്. അവനെ ആളുകൾ വിളിക്കും, ഇത് നീ എന്ത് കിടന്ന് ഉറങ്ങുന്നു, എഴുന്നേൽക്ക്, എല്ലാവരും മരിക്കാൻ പോകും, അപകടമാ, ഭയങ്കര അപകടം, വലിയ കൊടുങ്കാറ്റ്. ഇവനൊന്നും ഒരു ബാധകമല്ല. പല വ്യക്തി കുടുംബത്തിന് കാണാം, ചില വ്യക്തികൾ അവർ അപ്പനും മക്കളെല്ലാം പ്രാർത്ഥിക്കും, ഭാര്യ ധ്യാനം കൂടും, മക്കളെ ധ്യാനം കൂടും, അപ്പൻ ധ്യാനിക്കില്ല, അല്ല അമ്മ ധ്യാനിക്കില്ല, മക്കൾ ധ്യാനിക്കില്ല. അപ്പൊ ഒരാൾ അവിടെ കടന്നാൽ മതി. അവിടെ യോന എന്ന് പറയുന്ന ഒരു വ്യക്തി ദൈവഹിതത്തിന് വിരുദ്ധമായിട്ട് നീങ്ങുമ്പോൾ അത് ബാധിക്കുന്നത് യോനയെ മാത്രമല്ല, ആ കപ്പലിലുള്ള മുഴുവൻ ആളുകളെയും ബാധിക്കുന്നു. മുഴുവൻ ആളുകളും. അവിടെ ചില കുടുംബത്തില് അപ്പൻ വഴിതെറ്റി ജീവിക്കുമ്പോൾ അത് അപ്പനെ മാത്രമാണ് ബാധിക്കുന്നത് കരുതിയേക്കരുത്. ഭാര്യയും മക്കളെയും കുടുംബത്തുള്ള മുഴുവൻ ആളുകളെയും അത് ബാധിക്കുന്നുണ്ട്, നേരിട്ടും പരോക്ഷമായിട്ടും ബാധിക്കുന്നുണ്ട്. അമ്മ വഴിതെറ്റി ജീവിക്കുമ്പോൾ അത് അമ്മയെ മാത്രമല്ല ബാധിക്കുന്നത്, മക്കളെയും ബാധിക്കുന്നുണ്ട്, കുടുംബം മുഴുവനെയും ബാധിക്കുന്നുണ്ട്. മോനും മോളും ഒക്കെ വഴിതെറ്റി ദൈവവചന വിരുദ്ധമായിട്ട് പൈശാചിക പാപങ്ങളിൽ മുഴുകി ജീവിക്കുമ്പോൾ മോനെ മോളെ നിനക്ക് മാത്രമല്ല, ആ വീടിനെ മുഴുവൻ, നിന്നെ വളർത്തി വലുതാക്കി നിന്റെ പേരൻസിനെ ഉൾപ്പെടെ അത് ബാധിക്കുന്നുണ്ട്. ബാധിച്ചിരിക്കും, അത് മൊത്തത്തോടെ ബാധിക്കും. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഇവിടെ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നു. ഇനി കൊടുങ്കാറ്റിന്റെ അർത്ഥം എന്താ? അതാണ് പാപത്തിന്റെ മൂന്നാമത്തെ പരിണത പോലെ അച്ഛൻ പറഞ്ഞു, പ്രപഞ്ചത്തിൽ നിന്ന് അകൽച്ച, അനലിനേഷൻ വിത്ത് കോസ്മോസ്. അതായത് ദൈവബന്ധം മുറിയുന്നവനോട് പ്രപഞ്ചം സഹകരിക്കത്തില്ല. ദൈവവുമായിട്ട് സ്നേഹത്തിലല്ലെങ്കിൽ ദൈവവുമായിട്ട് ദൈവകൽപ്പന ലംഘിച്ച് ജീവിക്കുന്നവനോട്, ദൈവപ്രമാണങ്ങൾ ലംഘിച്ച് ജീവിക്കും, പ്രകൃതി സഹകരിക്കത്തില്ല. പ്രകൃതി അവനോട് അനുകൂലമാകില്ല. പ്രകൃതി എപ്പോഴും പ്രതികൂലമായിട്ട് നിൽക്കും, അവനോട് സഹകരിക്കത്തില്ല. അധ്വാനിച്ചാൽ അധ്വാനം അവസാനം പ്രശ്നവും, എല്ലാം നേടും അവസാനം പ്രശ്നവും.
സമ്പത്തുണ്ടാക്കുമ്പോൾ വിദേശത്തൊക്കെ പോവും, ആഗ്രഹിച്ച് ജോലി, ആഗ്രഹിച്ച് വിവാഹം ഒക്കെ. പക്ഷെ അത് കഴിയുമ്പോൾ അടുത്തൊരു പ്രശ്നം തന്നെ. കാരണം എപ്പോഴും പ്രകൃതി സഹകരിക്കത്തില്ല. എന്തേലും അപ്പോഴേക്കും ഓരോരോ അപകടങ്ങൾ, ഓരോ പറയാൻ പോലും കൊള്ളില്ലാത്ത ഓരോ പ്രശ്നങ്ങൾ കയറി വരും. കാരണം ദൈവബന്ധം മുറിഞ്ഞവനോട് പ്രകൃതി സഹകരിക്കുക. കൊടുങ്കാറ്റ് വരിക. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. ശബ്ദമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. മോശ ദൈവകൽപ്പന അനുസരിച്ചുകൊണ്ട് ചകടലിന്റെ മുന്നില് അവൻ കൈ ഉയർത്തി ചകടൽ നേരെ കൈ നീട്ടിപ്പിടിക്കുമ്പോൾ പ്രകൃതി അവനെ അനുസരിക്കുന്നുണ്ട്. അതായത് കടൽ രണ്ടായിട്ട് മാറുന്നുണ്ട്. ദൈവത്തെ അനുസരിക്കുന്നവനോട് പ്രകൃതി അനുസരിക്കും. അതുകൊണ്ടൊക്കെയാണ് ഫ്രാൻസിസ് അസിസിയോടൊക്കെ ഈ ചില മൃഗങ്ങളൊക്കെ വരുമ്പോൾ അതുങ്ങൾ ഉപദ്രവിക്കില്ലായിരുന്നു പറയും. കാരണം വെച്ചാൽ ദൈവത്തെ അനുസരിക്കുന്നവരോട് പ്രകൃതി അനുസരിക്കും. പ്രകൃതിയിലുള്ള വസ്തുക്കളും ജന്തുക്കളും ഒക്കെ അനുസരിക്കും. കാരണം ദൈവവുമായിട്ട് അവൻ ഐക്യത്തില്ല. അവൻ്റെ ചുറ്റുപാടുമുള്ളവർ അവനെ ഉപദ്രവിക്കില്ല. ആരും ഉപദ്രവിക്കില്ലെന്ന് പറയുന്നത്. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അത് കൈയടിച്ച് കർത്താവ് പറഞ്ഞേ മക്കളെ എല്ലാവരും ചേർന്ന് ഉച്ചത്തിൽ കൈയടിച്ച്, ശക്തിയോടെ കൈയടിച്ച്, ശക്തിയോടെ കൈയടിച്ച്, കരങ്ങൾ ഉയർത്തി കൈയടിച്ച്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വേ ആരാധന, വിശ്വേ ആരാധന, വിശ്വേ ആരാധന. എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവര് യോനായെ അടിത്തട്ടിൽ മുകളിലോട്ട് കയറ്റിക്കൊണ്ടുവന്നു. ആളുകളുടെ നടുക്ക്. അപ്പൊ ആളുകളെല്ലോട് പറയും. അപ്പോൾ അവര് നിൽക്കുക. പെട്ടെന്ന് അവർ പറഞ്ഞു, നമുക്ക് നോക്കാം ആരാണ് ഇതിന്റെ കാരണക്കാർ. അവർക്ക് മനസ്സിലായി എന്തോ ഒരു തിന്മ നിറഞ്ഞ ആരോ ഇതിനകത്തുണ്ട്, അശുദ്ധി നിറഞ്ഞ ആരോ ഇതിനകത്തുണ്ട്. ഞങ്ങൾക്കൊണ്ട് വർഷങ്ങൾക്ക്, ഒരുപാട് വർഷം ഞാൻ എൻ്റെ ആത്മീയ ഗുരുവിൻ്റെ കൂടെ ഒരിടത്തൊരു പ്രയറിന് പോയതാണ്. വർഷങ്ങൾക്ക് മുമ്പ്, 10-20 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം ഞങ്ങൾ കൂട്ടായ്മ ഒരുമിച്ച് എടുത്ത് പോയി പ്രാർത്ഥിച്ചൊരു ധ്യാന ശുശ്രൂഷയാണ്. അപ്പം അതിനുശേഷം അപ്പോൾ പെട്ടെന്ന് അന്ന് എന്തോ ഒരു അസ്വസ്ഥത. അപ്പോഴും എൻ്റെ ആത്മീയ പിതാവ് ഇങ്ങനെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അതിനകത്ത് ഏതോ ഒരു തിന്മയുള്ള എന്തോ സംഭവം നടന്നിട്ടുണ്ടല്ലോ. പ്രാർത്ഥിച്ചിട്ട് അവസാനം ഇങ്ങനെ ഓരോരുത്തരും സംസാരിച്ചപ്പോൾ ഒരാളൊരു തിന്മയുടെ മേഖല. അപ്പം പരിശുദ്ധ അതിനുശേഷം എൻ്റെ ആത്മീയ ഗുരു ആ മനുഷ്യനോട് പറഞ്ഞപ്പോൾ ഇരുന്ന് പ്രാർത്ഥിക്കുക, ഗ്രൂപ്പിൽ നിന്ന് മാറി പരിഹാരവും പ്രാശ്ചിത്വമൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം അതിനുശേഷം ഞാൻ കണ്ടത് വലിയൊരു അനോയിന്റിങ് സംഭവിക്കുന്നത് കണ്ടേ. പലപ്പോഴും നമ്മുടെയൊക്കെ കുടുംബത്തിലും കൂട്ടായ്മയിലും എവിടെയെങ്കിലും ആട്ടെ, അവിടേക്ക് തിന്മ നിറഞ്ഞ ഒരാളിരിക്കുമ്പോൾ അതിൻ്റെ പൈശാചികമായ ഒരു പ്രവർത്തനം ചുറ്റുമുള്ളവരെയും ബാധിക്കും. അപ്പം അതറിഞ്ഞിരിക്കണം നമ്മൾ. മദ്യപാനിയായൊരു അപ്പം വീട്ടിലുണ്ടെങ്കിൽ അത് വീടിനെ മുഴുവൻ അത് അഫക്റ്റ് ചെയ്യും. കഞ്ചാവോ മയക്കമരുന്ന് എടുക്കുന്ന ഒരാൾ അവിടെയാണ് തീർച്ചയായിട്ടും മരിക്കും. അബോർഷനൊക്കെ അനുകൂലമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള മുഴുവൻ ആളുകളെ അത് അഫക്റ്റ് ചെയ്യുന്ന പതുക്കെ കാണാൻ കേട്ടോ. അപ്പൊ ഓരോ മേഖലയുണ്ട്. നിരീശ്വരവാദം, ദൈവവിശ്വാസം വിരുദ്ധമായിട്ട് ചിന്തിക്കുകയും പറയുകയും തീർച്ചയായിട്ടും അത് അഫക്റ്റ് ചെയ്ത് പാപത്തിന്റെ പരിണിത ഫലമുണ്ട്. ചിലപ്പോഴൊക്കെ ആളുമ്പോൾ ദൈവം കരുണ, ദൈവത്തിന്റെ കുഴപ്പമല്ല, തമ്പുരാൻ നമ്മളെ ഒരു അനുദപിക്കുന്ന ഭാവി അവൻ അനുദപിക്കാൻ തുടങ്ങുമ്പോൾ ഓടിച്ചെന്നവനെ വാരിപ്പുണരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അനുദപിക്കാതെ അവനെ സ്വന്തമാക്കാൻ പറ്റുമോ? അനുദപിച്ചാൽ അവനെ ദൈവമല്ല ശിക്ഷിക്കുന്നത്, ഇത് പാപം നൽകുന്ന ശിക്ഷയാണ്. സിൻ ഇറ്റ് സെൽഫ് ഗീവ്സ്. അത് തന്നെ. അതുകൊണ്ടാണ് തിന്മകൾ നമ്മൾ എടുത്ത് കളയേണ്ടത്. നമ്മൾ ഒരിക്കലും പാപത്തെ അനുകൂലിക്കരുത്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പാപം എന്ന് വെച്ചാൽ നാവ് കൊണ്ടുള്ള പാപമാണ്. ഒരുപാട് കുറ്റം പറയും, പരദൂഷണം പറയും, അപമാനിപ്പിക്കും, മറ്റുള്ള നശിപ്പിക്കും, എന്ത് വില കൊടുത്തും നശിപ്പിക്കും. അതിന് യാതൊരു ചിലരുണ്ട് ഫേസ്ബുക്കും വാട്സപ്പും അല്ലെ ഇന്റർനെറ്റും ഒക്കെ ടെലിവിഷനും ഒക്കെ ഉപയോഗിച്ച് മനുഷ്യൻ നശിപ്പിക്കും. പാവപ്പെട്ട കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ ഒക്കെ നശിപ്പിക്കും, ജീവിതങ്ങളൊക്കെ നശിപ്പിക്കും, എല്ലാം നശിപ്പിക്കുന്ന കാണാൻ പറ്റും. ഹല്ലേലൂയ. ഓഫീസിൽ കൂടെയുള്ളവരെ നശിപ്പിക്കും, ഓഫീസിലൊക്കെ കൂടെ വർക്ക് ചെയ്യുന്നവരെ നശിപ്പിക്കും, എല്ലാം നശിപ്പിക്കും. അപ്പൊ അത് പാപം പറയുക, തിന്മ പരത്തുക, അപവാദമൊക്കെ ഉണ്ടാകുക, ക്രിയേറ്റ്. ഇതൊക്കെ വരുമ്പോഴത്തേക്കും ദൈവാനുഗ്രഹങ്ങളുടെ വാതിൽ മൊത്തം അടയും. ഈ തിന്മ നിറയ്ക്കുമ്പോൾ അത് ആ വീടിനെ മുഴുവൻ നമ്മൾ മൊത്തം ബാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാനസാന്തരം ഉണ്ടാവും. തെറ്റുപറ്റും, നമ്മുടെയൊക്കെ ജീവിതം തെറ്റുപറ്റും. പക്ഷെ തിരിച്ചു വരണം, അനുദപിക്കണം, കരയണം. ഒരിക്കലും ഇതിന് തെറ്റിയില്ലെന്ന് പറയണം, തെറ്റിയില്ലെന്ന് ഈശോട് പറയണം. നമ്മൾ പറഞ്ഞ് മാനസാന്തരപ്പെട്ട് കർത്താവിന് കരുണയിൽ ആശ്രയിക്കണം. അതുകൊണ്ട് ഇന്ന് ഈ ധ്യാനം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിലുള്ള പാപത്തെ വേരോടെ പിഴുതുകളയും. ഇപ്പൊ ഞായറാഴ്ചയൊക്കെ ഉണ്ടല്ലോ,
കർത്താവിന് ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം. അതിനെ തമാശയായിട്ട് കണ്ടേക്കരുത്. ഇന്ന് പല കുടുംബങ്ങളും പല ജീവിതങ്ങളും സാപത്തിനൊന്നും വിലയില്ല. എല്ലാ ദിവസവും എല്ലാം ഈക്വൽ, എല്ലാം സോഷ്യൽ ലൈഫാണ് നമ്മളിന്ന് കൺട്രോൾ ചെയ്യുന്നത്. ദൈവമാണോ കൺട്രോൾ ചെയ്യുന്നത്, നാട്ടുകാരാണോ കൺട്രോൾ ചെയ്യുന്നവർക്ക്? സഭയെ നിയന്ത്രിക്കേണ്ടത് ദൈവവചനമാണ്. തിരുസഭയെ നിയന്ത്രിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. തിരുസഭയെ നിയന്ത്രിക്കേണ്ടത് കർത്താവിൻ്റെ കൽപ്പനയും. അത് വിട്ടുകൊണ്ട് നമ്മൾ പോകരുത്. അത് പോയാൽ കുറച്ച് കഴിയും അത് നമ്മുടെ സ്വാർത്ഥ ലാഭങ്ങളുണ്ടാവും. ഈ സ്വാർത്ഥ ലാഭങ്ങൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ തന്നെ അപകടങ്ങൾക്ക്, നമ്മുടെ വിവാഹങ്ങളും പല പരിപാടികളും ഒക്കെ നമ്മൾ ഇന്ന് വിശുദ്ധ ദിനത്തെ ഇന്ന് മലിനമാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ദൈവാനുഗ്രഹങ്ങളുടെ വാതിൽ നമ്മൾ തന്നെ അടയ്ക്കുക. ചെറുപ്പത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. കുറച്ച് കഴിയുമ്പോൾ ചില അനർത്ഥങ്ങളും അപകടം വരുമ്പം ആരും കാണില്ല. ചെറുപ്പത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജാവാണ് ഹെസക്കിയ എന്നൊരു രാജാവ്. പക്ഷെ ദാവീദ് രാജാവിനെ പോലെ തന്നെ അതിനേക്കാളും തന്നെ ദൈവവിശ്വാസമുള്ള വ്യക്തിയും ദൈവകൽപ്പനകളോട് വിശ്വസ്തനായൊരു വലിയൊരു രാജാവായിരുന്നു ഹെസക്കിയ. ഹെസക്കിയയുടെ ചരിത്രത്തിൽ കാണാൻ പറ്റും. ഹെസക്കിയയുടെ കാലഘട്ടത്തിൽ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ ഒരുപാട് ശത്രുക്കൾ ഒരുമിച്ച് കൂടുന്നുണ്ട്, ഇസ്രായേൽ നശിപ്പിക്കാൻ വേണ്ടി. പക്ഷേ ഒരിക്കൽ പോലും ഈ ശത്രുക്കള് ഈ രാജാവിന്റെ കാലഘട്ടത്തിൽ ഇസ്രായേലിന്റെ ദേശത്ത് കാലുകുത്തിയിട്ട് ഒരിക്കൽ പോലും കാലുകുത്തിയിട്ടില്ല. ഭീഷണി മുടക്കിയിട്ടുണ്ട്, ഇല്ലാതാക്കുന്നു, നശിപ്പിക്കുന്നു പറയും, ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിന്റെ ദേശത്ത് കാലുകുത്താൻ വരും. കാരണം ഈ ഹെസക്കിയ സത്യദൈവത്തിൽ ആരാധിക്കുന്നവനാണ്. അണുവിട വ്യത്യാസമില്ല, കള്ളത്തരമൊന്നും ഇല്ലവന്, ദേവാലയ ബന്ധിതമായ ജീവൻ നയിക്കുന്നവൻ, ദൈവഭയമുള്ളവനാണ്. മനുഷ്യവനെ ദൈവഭയം ഉള്ളവനാ. മനുഷ്യവന് പേടിയൊന്നുമില്ല, ആരെ പേടിയില്ലാത്തവനാ. പക്ഷേ ദൈവഭയമുള്ളവന്, ദൈവകൽപ്പനകൾ ലംഘിക്കുമ്പോൾ അവന് വിറയ്ക്കുവാന്. ദൈവകൽപ്പനകൾ ലംഘിക്കുക എന്ന് പറയാൻ അവന് ചിന്തിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കല് ശത്രു സൈന്യം വന്നിട്ട് മാസങ്ങളോളം ഇസ്രായേലിന് ചുറ്റും ഒരുമിച്ച് കൂടിയിട്ട് നശിപ്പിക്കാൻ വേണ്ടി പദ്ധതിയിടും. അപ്പൊ അവസാനം പറയും, നീ നിന്റെ ഇഷ്ടമുള്ള ദൈവത്തെ വിളിച്ചോ, ഞങ്ങൾ നിന്റെ ദേശം നശിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭീഷണി കത്ത് ഒരുത്തന്റെ കയ്യിൽ കൊടുത്തു വിടും. ഹെസക്കിയയുടെ കയ്യിലോട്ട് കിട്ടുമ്പോൾ ഹെസക്കിയ ഇതോട്ട് ഓടും നേരെ ദേവാലയത്തിലേക്ക് ബലിപീഠത്തിന്റെ ചവിട്ടിക്കൊണ്ടുപോയി ഈ ഭീഷണി കത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയും എന്നിട്ട് അതിൻ്റെ ഒരു ഭൃത്തിനെ വിളിച്ചിട്ട് അതിൻ്റെ ഒരു കോപ്പി എഴുതാൻ പറയും. ഒരു കോപ്പി എഴുതിട്ട് നേരെ യെശയ്യാ പ്രവാചകന് കൊടുക്കാൻ പറയും. യെശയ്യാ പ്രവാചകന്റെ അടുത്തേക്ക് ഭൃത്യം കൊണ്ടുപോയി കൊടുക്കും, ദൂതം പോയി കൊടുക്കുന്നേ, നാളത്തെ ദിവസം ശത്രുക്കൾ വന്നിട്ട് ഇസ്രായേൽ ദേശം കീഴടക്കുമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തും. അവിടെ കണ്ടുമുട്ടേണ്ടത് ശത്രുക്കളെ ഭീഷണിപ്പെടുത്താൻ വരുമ്പോൾ ആളുകളുടെ അടുക്കലേക്കല്ല ഇവൻ ഓടുന്നത്, മന്ത്രിമാരെല്ലാം വിളിച്ചു കൂട്ടാനല്ല പോകുന്നത്, ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുക. ദൈവത്തെ അറിഞ്ഞവനാണവൻ. നല്ല ഭരണാധികാരി ദൈവത്തെ അറിഞ്ഞവനായിരിക്കും. ദൈവത്തെ അറിയാത്തൊരു ഭരണാധികാരിക്കും ലോകത്തിൽ സമാധാനം കൊടുക്കാൻ പറ്റത്തില്ല, മനുഷ്യന് സമാധാനം കൊടുക്കാൻ പറ്റത്തില്ല. കുറച്ച് ദിവസങ്ങൾ കൊടുക്കാൻ പറ്റും, കുറച്ച് ആഴ്ചകൾ, പക്ഷേ നിലനിൽക്കുന്ന സമാധാനം തന്നെ കർത്താവിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഇവനിങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പോൾ യെശയ്യാ പ്രവാചകന്റെ അടുത്തേക്ക് ഭീഷണി കത്ത് കൊടുത്തു, എൻ്റെ കോപ്പി കൊടുത്തു. യെശയ്യാ പ്രവാചകൻ ദൈവത്തോട് പറഞ്ഞു, പേടിക്കൊന്നും അവനോട് പറഞ്ഞേരെ, ഇന്ന് നിന്നെ ഭീഷണിപ്പെടുത്തുന്ന ആ ശത്രു സൈന്യം നാളെ അവിടെ കാണില്ല, അപ്രത്യക്ഷമാകുന്നു. പിന്നെ ചരിത്രം പറയുന്ന ഒരുപാട് സംഭവമുണ്ട്. അത് പറയുന്നത് അവർ എന്തോ അപകടം വന്നിട്ട് ശത്രു സൈന്യങ്ങൾ അതുങ്ങളുടെ പാളയങ്ങളെല്ലാം തകർന്നു പോവുകയും അവർ നാട് വിട്ടുപോവുകയും കുറേ പേര് കൊല്ലപ്പെടുകയും. ഇവരാരും പോയിട്ടില്ല, ഇസ്രായേൽക്കാരും പോയിട്ടില്ല. ചരിത്രം പറയുമ്പോൾ ഹെസക്കിയ രാജാവിന്റെ കാലഘട്ടം, ഇസ്രായേൽ രാജ്യത്തിന് സുരക്ഷിതത്വമുള്ള കാലഘട്ടം. അവരുടെ വിളവുകളെല്ലാം വളരുന്നു, അവർക്ക് സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, കുടുംബങ്ങൾ സമാധാനമുണ്ട്, ദേവാലയം എല്ലാം കൊണ്ടും അന്തരീക്ഷം നല്ല പ്രകാശപൂർണമായൊരു അന്തരീക്ഷമാണ്. എന്നാൽ അതിനുശേഷം വന്നത് മനാസെ എന്ന് പറയുന്ന ഒരു രാജാവാണ്. ദൈവത്തെ അനുസ്മരിക്കുന്നവനെന്നാ ശരിക്കും പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം. പക്ഷെ ജീവിതം കൊണ്ട് അവൻ കാണിച്ചത് സത്യദൈവത്തെ മറക്കുന്നവനെന്ന്. അവൻ അധികാരത്തിലോട്ട് രാജാവായിട്ട് കയറിയ പാടെ അവൻ പറയുന്നത്, ഓ യഹോവേ അങ്ങും കുഴപ്പമില്ല, നമുക്ക് എല്ലാവരും വേണം, എല്ലാവരോടും ഒരു സമഭാവം എല്ലാം ഉൾക്കൊള്ളും, ഒരു പ്രത്യേകത. അവനെല്ലാം ഒന്ന് മാറ്റി മറിക്കുകയാണ്, എല്ലാം ഒരു വെള്ളം ചേർക്കാൻ തുടങ്ങി. ഫെയ്ത്തൊക്കെ അങ്ങ് മാറ്റിവെച്ച് ഒന്നാം സ്ഥാനം യഹോവയ്ക്കെന്നുള്ള മാറ്റിവെച്ചിട്ട് അങ്ങനെ വേണ്ട. പക്ഷെ സംഭവിക്കുന്ന അവന്റെ കാലഘട്ടം തുടങ്ങി 2 വർഷം കൂടുന്നതിന് മുമ്പ് തന്നെ ജനത്തിനിടെ വലിയ കലാപങ്ങൾ ഉണ്ടാകുന്നു, കൂട്ടമരണങ്ങളുണ്ട്, ദുരന്തങ്ങളുണ്ട്, ശത്രുക്കൾ കയറി ആഞ്ഞടിക്കുന്നു, തകർന്നു പോകുന്നുണ്ട്. അപ്പൊ അതിന് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നൊരു കൺക്ലൂഷനുണ്ട്, പല ദൈവങ്ങളുടെ പിന്നാലെ പോകുന്നവന് അവസാനം
ഒരു ദൈവവും ഇല്ലാതായിരിക്കും. പല ദൈവങ്ങളുടെ പിന്നാലെ പോകുന്നവൻ അവസാനം വരുമ്പോൾ അവസാനം ഒരു ദൈവവും കാണില്ല. അവന്റെ അവസാനം വളരെ നിരാശയുടെ ദിവസമായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അച്ഛനേ പറയാനുള്ളൂ, ദൈവവചനത്തെ ഭയപ്പെട്ടാൽ മതി. നിന്റെ ദൈവം നിന്നെ ഏതനർത്ഥകാലത്തും കൈപിടിച്ച് നടത്തിയിരിക്കും. ഏതനർത്ഥകാലത്തും ദൈവം നിന്നെ കൈപിടിച്ച് നടത്തിയിരിക്കും. നീ മനുഷ്യനെ പേടിക്കരുത്, ചുറ്റുമുള്ളവരെ പേടിക്കരുത്. നിന്നെ ഭീഷണിപ്പെടുത്തിക്കോട്ടെ, നീ പേടിക്കരുത്. നിനക്കെതിരെ അപവാദങ്ങൾ എഴുതിയുണ്ട്, ഒന്നും പേടിക്കണ്ട. നീ ദൈവത്തെ ഭയപ്പെടുക, സത്യദൈവത്തെ ഭയപ്പെടുക മാത്രം ചെയ്യുക. അന്തിമ വിജയം കർത്താവിൻ്റെതായിരിക്കും. അന്തിമ വിജയം നമ്മുടെ ദൈവത്തിൻ്റെത് മാത്രമായിരിക്കും. അന്തിമ വിജയം കർത്താവിൻ്റെത് മാത്രമായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് എല്ലാവർക്കും ആളുകളെയാണ് പേടി, ചുറ്റുമുള്ളവരെ പേടിയാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആളും തരവും വെച്ച് നമ്മൾ വിശ്വാസത്തിൽ വെള്ളം ചേർത്തുകൊണ്ടിരിക്കും. ചില ആളുകൾക്കാണ് ഭാഷ മാറും, രീതി മാറും, എല്ലാവരും കൂട്ടും, എല്ലാം ഫ്രണ്ട്ഷിപ്പ്. അത് ഫ്രണ്ട്ഷിപ്പ് ഒന്നല്ല അവന്റെ പ്രശ്നം. സത്യത്തിൽ പ്രശ്നം ഒന്നേ ഉള്ളൂ, അവന് ദൈവമില്ല എന്നുള്ള പ്രശ്നം അവനുള്ളൂ. ഉള്ളിന്റെ ഉള്ളില് സത്യദൈവത്തോട് വിശ്വസ്തനാണെങ്കിൽ അവൻ ഒരിക്കലും അങ്ങനെ പോകാൻ പറ്റില്ല. എല്ലാവരും സ്നേഹിക്കും, ആരോട് ശത്രുത ഉണ്ടാകത്തില്ല, എല്ലാവരും ഉൾക്കൊള്ളും. പക്ഷെ അവന്റെ ദൈവവചനത്തോട് ഭയമുണ്ട്. ഞായറാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം. ദേവാലയത്തിൽ പോകണം, നിന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. നിന്റെ മക്കളെ വിശ്വാസം പഠിപ്പിക്കണം. അതിനൊന്നും സ്ഥാനമില്ല, നേരമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കുറെ വർഷം കഴിയുമ്പം കരഞ്ഞേക്കരുത്, വാവിട്ട് കരഞ്ഞേക്കരുത്. ഞാൻ പലപ്പോഴും നാളുകളിൽ പല രാജ്യങ്ങളിലൂടെ സുവിശേഷ വേലയ്ക്ക് പോകുമ്പോൾ ഇവിടുന്നൊക്കെ പോയ ഒത്തിരി കുടുംബങ്ങളും അവരുടെ മക്കളും ഒക്കെ ആയിട്ട് മാതാപിതാക്കൾ എൻ്റെ അടുത്ത് വാവിട്ട് കരയും. ചങ്കു തല്ലി കരയുന്ന കാണാവേ. അച്ചോ, ആഗ്രഹിച്ച പോലെ പഠിപ്പിച്ചേ, ആഗ്രഹിച്ച എല്ലാം കൊടുത്തു, മെഡിസിൻ പഠിപ്പിച്ചു, അത് പഠിപ്പിച്ചു. അവസാനം കൊച്ചിനിപ്പോൾ വേറെ സ്വഭാവം വെച്ചു, വിവാഹമൊക്കെ വേറെ ചിന്തകളാ, കോൺസെപ്റ്റ് മാറി, ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. വാവിട്ട് തകരുക. ആകെ പിന്നെ ആശ്വാസം കൊള്ളുന്ന എങ്ങനെ അറിയോ? രസമാണ്, നല്ല രസമാണ്. ആശ്വാസം കൊള്ളുന്ന കാണുമ്പോൾ ഏറ്റവും സന്തോഷം. ഇവിടെ ഇല്ല, ഇങ്ങനെയൊക്കെ ഇവിടെയല്ല, ഇങ്ങനെയൊക്കെയാ. അതുകൊണ്ട് അതാണ് ആശ്വാസം. അപ്പുറത്തെ വീടും തകർന്നു, ഇപ്പുറത്തെ വീടും തകർന്നുകൊണ്ട് എന്റെ വീട് തകർന്നൊരു കുഴപ്പമില്ല. ആ വീട് നശിച്ചു, ഈ വീട് നശിച്ചു, പിന്നെ എന്റെ വീട് തകർന്നു, കുഴപ്പമില്ല. ഈക്വലായി തന്നെയായിരുന്നെങ്കിൽ മരിച്ചു പോയനെ. അതുള്ള ആകെ ഒരു ആശ്വാസം. യേശുവേ ആരാധന. ശബ്ദം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ ആരാധന. എല്ലാ ബന്ധനം അറിയട്ടെ. രണ്ട് കരം എടുത്തൊരു ഹല്ലേലൂയ പറയാമോ? യേശുവേ ആരാധന പറഞ്ഞേ, യേശുവേ ആരാധന എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59:1-2. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. എന്നാൽ നിന്റെ പാപങ്ങളാണ് നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്. അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. നീ കരമുയർത്തുമ്പോൾ അവിടുന്ന് മുഖം മറയ്ക്കുന്നു എന്ന് പറയുക. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഉള്ളിൽ ദൈവഹിതത്തിന് വിരുദ്ധമായതൊക്കെ എടുത്തു കളഞ്ഞാൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മുടെ ഉള്ളിൽ ദൈവവചന വിരുദ്ധമായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് കളയാതെ നമ്മുടെ ജീവിതം ശാന്തമായിട്ട് മുന്നോട്ട് ഒഴുകില്ല. നമുക്കറിയാം, ജീവിതത്തിൽ പ്രശ്നങ്ങൾ, രോഗമൊന്നുമില്ല പ്രശ്നം. എത്രയോ നല്ല രോഗികളുടെ കുടുംബങ്ങൾ കണ്ടിട്ട് നല്ല സമാധാനമുണ്ട്, പ്രശ്നമൊന്നുമില്ല. രോഗികളായ ആളുകളൊക്കെ ഉള്ള കുടുംബങ്ങളൊക്കെ ഉണ്ട്. രോഗമില്ലാതെ മനുഷ്യനുണ്ടോ? എല്ലാവർക്കും രോഗമുണ്ടോ? അപ്പൊ ഈ രോഗങ്ങളുണ്ട്, പക്ഷേ എന്താണ്? സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്, സ്നേഹമുണ്ട്, ഐക്യമുണ്ട്, ചതിയില്ല, വഞ്ചനയില്ല, വെറുപ്പില്ല, തിന്മയില്ല, ദൈവവിദ്വേഷമൊന്നുമില്ല. കാരണം അത് മനസ്സിലാക്കാൻ പറ്റും. എന്ത് വന്നാലും അത് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ അർത്ഥം ദൈവികമായിട്ട് കാണാൻ പറ്റും. അതിന് കാരണം അവർക്ക് ദൈവത്തോട് ബന്ധമുണ്ട്, ദൈവഭയമുണ്ട്. രണ്ട് കാര്യം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. കൈകളടിച്ച് ദൈവത്തെ നന്ദി പറഞ്ഞേ, ഉച്ചത്തിൽ നന്നാണ്ടി കടിച്ച് ശക്തിയോടെ, നല്ല അഭിഷേകത്തോടെ. ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറയാമോ? ഹല്ലേലൂയാ, വിശ്വേ ആരാധന.
അപ്പോൾ യോനാ പ്രവാചകന്റെ ചരിത്രം ഞാൻ വായിച്ചു വരികയാണ്. അപ്പോൾ ഒന്നാമത് ദൈവബന്ധം യോനായ്ക്ക് നഷ്ടപ്പെട്ടു. രണ്ട്, ദൈവബന്ധം നഷ്ടപ്പെട്ടപ്പോൾ പ്രപഞ്ചം അവനെതിരായി, കൊടുങ്കാറ്റ് അവന്റെ നേരെ തിരിഞ്ഞു. ദൈവത്തിൽ നിന്ന് അകലുന്നവനോട് ദൈവപ്രമാണങ്ങൾ ലംഘിച്ച് ജീവിക്കുന്നവർ ഓർത്തുകൊള്ളുക, നീ പോകുന്ന വഴികളിൽ കൊടുങ്കാറ്റ് നിനക്കെതിരെ വരും. ആ കപ്പലിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നല്ല വിദ്യാഭ്യാസം കാണും, നല്ല ജോലി കാണും, പക്ഷേ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അസ്വസ്ഥതയാണ്, ഓരോരോ പ്രശ്നങ്ങൾ കയറി വരും. കാരണം അടിസ്ഥാനപരമായ പ്രശ്നം നീ ദൈവത്തെ മറന്നു എന്നുള്ളതാണ്. സത്യദൈവത്തെ, ഈശോ മിശിഹായെ മറന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. മൂന്നാമത്തെ അവിടെ കാണാൻ പറ്റും, വീണ്ടും ആളുകൾ അവനെ ഒരുമിച്ച് കൂട്ടു. അവസാനം ഇവന് നറുക്കിട്ടപ്പോൾ, യോനായുടെ പേര് കിട്ടിയപ്പോൾ എല്ലാവരും ചോദിച്ചു, നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? എല്ലാവരും അവനെ എതിരായി, എല്ലാവരും സംസാരിക്കാൻ, നീ എന്തിനകത്ത് കയറി? നീ ദൈവം പറഞ്ഞ കേൾക്കത്തില്ലായിരുന്നു. അപ്പോഴേക്ക് അവിടെ മൂന്നാമത്തെ പരിണതമല്ല, എല്ലാവരും അവനെതിരായി. മൊത്തം ആളുകൾ, ആ കപ്പലിലുള്ള മുഴുവൻ ആളുകളും അവന്റെ എതിരായി തീരുക. പാപം നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ, തിന്മ ഉള്ളിലിരിക്കുമ്പോൾ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നമുക്കെതിരെ വരും. അങ്ങനെയാണത്. ദൈവബന്ധം മുറിഞ്ഞവനോട് മറ്റുള്ളവർ സഹകരിക്കില്ല, ചേർന്ന് പോകാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല. ശരിക്കും നടുക്കയത്തിൽ കിടന്ന് വട്ടം കറങ്ങുക. കാരണം ഒറ്റ പ്രശ്നം, ശരിക്കും യോനയുടെ പ്രശ്നം എന്താ? യോന ദൈവത്തെ അനുസരിക്കാത്തതാണ് ഈ പ്രശ്നത്തിന് മുഴുവൻ കാരണം. യോന ദൈവവചനം ലംഘിച്ചതാണ് ഈ പ്രശ്നത്തിന്റെ കാരണം. യോന ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് ഈ പ്രശ്നത്തിന് മുഴുവൻ കാരണം. യോന എന്ന ഒറ്റ വ്യക്തിയെ, അവന്റെ ഉള്ളില് ദൈവത്തെ മറന്നു, ദൈവകൽപ്പന ലംഘിച്ചു, ദൈവം പോകാൻ പറഞ്ഞ വഴിയിൽ നിന്ന് മാറി സ്വന്തം വഴിയിലൂടെ യാത്ര ചെയ്യാൻ പോയി. അതാണ് ഈ പ്രശ്നത്തിന് മുഴുവൻ കാരണം. ശ്രമത്തിൽ പറഞ്ഞു ഹല്ലേലൂയാ. രണ്ട് കരം എടുത്ത് പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്ത നിമിഷം കാണാൻ പറ്റും ആളുകൾ ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ യോനോട്, യോന ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, എന്നെ എടുത്ത് കടലിലേക്ക് വലിച്ചെറിയ, കടലിൽ ശാന്തമായിക്കോളും. പക്ഷെ അവര് വേണ്ട, ഒരു മനുഷ്യനെ അങ്ങനെ ചെയ്യാൻ ശരിയാകത്തില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, മറ്റു പലതരത്തിൽ നമുക്ക് ഇതിനെ നിയന്ത്രിക്കാം. അവർ പലതരത്തിൽ തണ്ടുവലിച്ചും ഒക്കെ ഈ കപ്പലിൽ നിയന്ത്രിക്കാൻ നോക്കും, പക്ഷെ നടക്കുന്നില്ല. അത് ചിലപ്പോഴൊക്കെ നമ്മളൊക്കെ ചെയ്യുന്ന പ്രവൃത്തി ഇതാണ്. കുമ്പസാരമൊക്കെ കഴിഞ്ഞിട്ടും ചില ബന്ധങ്ങൾ പോകണ്ടെന്ന്, അത് ഇരിക്കട്ടെ, അതെങ്ങനെ കളയാൻ പറ്റും? കളഞ്ഞാൽ വേദനയല്ലേ? അല്ലെ ആ പണം കളഞ്ഞാൽ എങ്ങനെയാവും? അത് ഇതെങ്ങനെയാവും? അത് ശരിയാകത്തില്ല. ഇതെങ്ങനെയും രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാം, പോകില്ല. രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി അവർ നോക്കുന്നുണ്ട്, നടക്കില്ലത്. യോനായും കപ്പലും ഒരുമിച്ച് പോകില്ല, രണ്ടിനും ഒന്നേ മുന്നോട്ട് പോകും. പാപവും പുണ്യവും ഒരുമിച്ചങ്ങ് പോകുകയല്ല, മ്ലേച്ഛതയും വിശുദ്ധിയും കൂടെ ഒരുമിച്ച് യാത്ര ചെയ്യല, മുന്നോട്ട് പോകില്ലത്. അത് വെട്ടിമുറിച്ച് മാറ്റേണ്ട ചില ബന്ധങ്ങള്, അത് വ്യക്തികളോടാണെങ്കിലും വസ്തുക്കളോടാണെങ്കിലും സാഹചര്യങ്ങളോടാണെങ്കിലും ചില മേഖലയാണ് വെട്ടിമുറിച്ച് മാറ്റാതെ എൻ്റെ മക്കളെ മുന്നോട്ട് പോകാൻ പറ്റില്ല. യോന അവിടെ നിൽക്കും തോറും ആ വീടിന് അനർത്ഥ. ആ കപ്പലിനകത്തുള്ളവർക്കെല്ലാം അപകടം ഉണ്ടാവേ. വേറൊരു വഴിയില്ല, അവിടെ ഒരൊറ്റ വഴി അവിടെയുള്ളൂ, ഈ യോനയെ എടുത്ത് കളയുക. ദൈവഹിതത്തിന് വിരുദ്ധമായതെന്തോ അതെടുത്ത് കളയുക. നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രപ്രയോഗം, വ്യഭിചാരം, മ്ലേച്ഛത, വക്രത, കള്ളത്തരം, നുണ, ചതി, കള്ള സർട്ടിഫിക്കറ്റ്, ഒക്കെ പരിപാടി കാണുവേ. ഇതൊക്കെ വെച്ചോണ്ട് നീ മുന്നോട്ട് പോവുകയല്ല. ഇതെല്ലാം കയ്യിലിരിക്കും, പക്ഷേ ജീവിതം മുന്നോട്ട് പോകും. തടസ്സം, ഇതാണ് തടസ്സം. ഈ തടസ്സം എവിടുന്ന് വന്നു? അവിടുത്തെ തടസ്സം ആരാ? ഒരു പൈശാചിക ശക്തിയല്ല, ദൈവം തന്നെ ഒരുക്കിയൊരു തടസ്സമാണത്. ദൈവമാണൊരു കൊടുങ്കാറ്റയച്ചത്, അതിവന്റെ മാനസാന്തരത്തിന് വേണ്ടി. പലപ്പോഴും എൻ്റെ നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ സഹനങ്ങൾ അനുവദിക്കുമ്പോൾ നമ്മുടെ ഒക്കെ ഒരു മാനസാന്തരത്തിന് വേണ്ടി, നവീകരണത്തിന് വേണ്ടി, തിരിച്ചറിയുന്നതിന് വേണ്ടി, കൃപ കിട്ടാൻ കൂട്ടാൻ വേണ്ടിയാ ദൈവം നമുക്ക് സഹനം തരുന്നത്. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഒരു നിമിഷം എഴുന്നേറ്റ മക്കളെ, പരിശുദ്ധാത്മാവ് ഈ കൂട്ടായ്മയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട് കാണാം. എല്ലാവരും കരം ഉയർത്തിക്കേ, ഒറ്റ വിളിച്ച് ശോയെന്ന് വിളിച്ച് 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു, ഉച്ചത്തിൽ സ്തുതിച്ചേ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു 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 ഹല്ലേലൂയ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കൈകളടിച്ച് പാടാം. കരങ്ങൾ ഉയർത്തിയടിച്ച് എല്ലാവരും ചേർന്ന് കൈയടിച്ചേ. ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ ഞങ്ങളിൽ വന്നു വസിക്കണമേ ഞങ്ങളിൽ വന്നു നിറയണമേ ഞങ്ങളിൽ വന്നു വസിക്കണമേ ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ ഞങ്ങളിൽ വന്നു വസിക്കണമേ ഞങ്ങളിൽ വന്നു നിറയണമേ ഞങ്ങളിൽ വന്നു ഒറ്റ വിളിച്ചോയേ. ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന പരിശുദ്ധാത്മാവേ ആരാധന പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ മഹത്വം ഹല്ലേലൂയ ആരാധന. കൈകളടിച്ച് പാടാം. കൈകളടിച്ച് കരങ്ങൾ ഉയർത്തിയടിച്ച് പോരാ. ജീസസ് നെയിം. അഭിഷേകം. കുരിശിന്റെ വഴിയെ നടന്നിടുവാൻ ത്യാഗത്തിൻ വഴിയെ നടന്നിടുവാൻ കുരിശിന്റെ വഴിയെ നടന്നിടുവാൻ ത്യാഗത്തിൻ വഴിയെ നടന്നിടുവാൻ അന്ത്യം വരെയും സാക്ഷിയാകാൻ കൃപയും ശക്തിയും പകരണമേ അന്ത്യം വരെയും സാക്ഷിയാകാൻ കൃപയും ശക്തിയും പകരണമേ ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ അന്ത്യം വരെയും സാക്ഷിയാകാൻ കൃപയും ശക്തിയും പകരണമേ അന്ത്യം വരെയും സാക്ഷിയാകാൻ കൃപയും കരമുയർത്തിച്ചോ. ഹല്ലേലൂയ. ദൈവമക്കളുകളെല്ലാം പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങട്ടെ. വിശുദ്ധീകരിക്കപ്പെടണം. ഭാവബന്ധനങ്ങൾ പൈശാചിക ബന്ധനം കഴിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന. കൈകളടിച്ച് പാടാം. കരങ്ങളുയർത്തി കൈയടിച്ച് എല്ലാവരും ചേർന്ന് കൈകളടിച്ച് അഭിഷേകം. ഹല്ലേലൂയ. ജീസസ് നെയിം. പാപത്തിൻ മാർഗം ത്യജിച്ചിടാൻ യേശു മാർഗത്തിൽ ജീവിച്ചിടാൻ പാപത്തിൻ മാർഗം ത്യജിച്ചിടാൻ യേശു മാർഗത്തിൽ ജീവിച്ചിടാൻ സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യാൻ കൃപയും ശക്തിയും പകരണമേ സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യാൻ കൃപയും ശക്തിയും പകരണമേ പാപത്തിൻ മാർഗം ത്യജിച്ചിടാൻ യേശു മാർഗത്തിൽ ജീവിച്ചിടാൻ പാപത്തിൻ മാർഗം ത്യജിച്ചിടാൻ യേശു മാർഗത്തിൽ ജീവിച്ചിടാൻ സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യാൻ കൃപയും ശക്തിയും പകരണമേ സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യാൻ
കൃപയും ഒറ്റവിളിശോയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകളൊടിച്ചു പാടാം. കരമുടിയോട്ട് കേട്ട് Jesus name. Power of His name. Jesus. Jesus name. കുർബാനയുടെ അഭിഷേകം, കർത്താവിൻ ബലിയുടെ അഭിഷേകം. കുർബാനയുടെ അഭിഷേകം, കർത്താവിൻ ബലിയുടെ അഭിഷേകം. പരിഹാര ബലിയുടെ അഭിഷേകം ഞങ്ങളിൽ ഇപ്പോൾ ചൊരിയണമേ. പരിഹാര ബലിയുടെ അഭിഷേകം ഞങ്ങളിൽ ഇപ്പോൾ ചൊരിയണമേ. കുർബാനയുടെ അഭിഷേകം, കർത്താവിൻ ബലിയുടെ അഭിഷേകം. കുർബാനയുടെ അഭിഷേകം, കർത്താവിൻ ബലിയുടെ അഭിഷേകം. പരിഹാര ബലിയുടെ അഭിഷേകം ഞങ്ങളിൽ ഇപ്പോൾ ചൊരിയണമേ. പരിഹാര ബലിയുടെ അഭിഷേകം കരങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കട്ടെ. ഈശോയെ, എന്നോട് കരുണ കൊണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചു. You didn't want heaven without us. So Jesus, you brought heaven down. My sin was great, your love was greater. What could separate us now? What a wonderful name it is. What a wonderful name it is. The name of Jesus Christ my King. What a wonderful name it is. Nothing compares to this. What a wonderful name it is. The name of Jesus. You are the Word at the beginning, one with God almost high. Your hidden glory in creation, now revealed in our Christ. What a beautiful name it is. What a beautiful name it is. The name of Jesus Christ my King. What a beautiful name it is. Nothing compares to this. What a beautiful name it is. The name of Jesus. ഒറ്റ വിളി വിളിക്കുന്ന ഈശോയേ. Pour out your Spirit. Pour out your Spirit. Pour out your Spirit on me. Pour out your Spirit. Pour out your Spirit. Pour out your Spirit on me. Pour out your Spirit. Pour out your Spirit. Pour out your Spirit on me. Jesus, pour out your Spirit. Pour out your Spirit. Pour out your Spirit on me. Have mercy on me. Have mercy on me. Have mercy on me, oh Lord. Have mercy on me. Have mercy on me. Have mercy
mercy on me, O Lord. I sinned against you, run away from you, broken your heart, Father. I sinned against you, run away from you, broken your heart, Father. Have mercy on me, have mercy on me, have mercy on me, O Lord. Have mercy on me, have mercy on me, have mercy on me, O Lord. രണ്ട് കരമേറ്റി ഈശോയേ. രണ്ട് കരം എടുത്ത് ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ യോനായുമായി ആ കപ്പലുള്ള മുഴുവൻ ആളുകളും എതിരിടുകയാണ്. അപ്പൊ യോന പറഞ്ഞു, എന്നെ അടുത്ത് കടലിക്ക്. അവനും അറിയാം ഞാൻ തന്നെയാ പ്രശ്നം. തിരിച്ചറിയുന്നു. ഏറ്റവും വലിയ തിരിച്ചറിയുക നമുക്കൊക്കെ ഉണ്ടാകേണ്ട തിരിച്ചറിയുക നമ്മളിലെ തിന്മയുടെ സ്വാധീനം. അത് അറിഞ്ഞിരിക്കണത്. അതറിയാത്തത് നമ്മുടെ നാശത്തിന് തന്നെ കാരണമായി തീരും. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് മനുഷ്യന് ബുദ്ധി കൂടി, അറിവ് കൂടി, കഴിവ് കൂടിയപ്പോൾ എല്ലാത്തിനും ന്യായീകരണം ഉണ്ട്. അവന് എല്ലാത്തിനും ന്യായീകരണം, എല്ലാത്തിനും മറുപടി ഉണ്ട്. അവന് അപ്പനെ തല്ലിയാലും ഉണ്ട് രണ്ട് പക്ഷം എന്ന് പറഞ്ഞാലേ, അബോർഷൻ നടത്തിയാലും ഉണ്ട് രണ്ട് പക്ഷം, കൊലപാതകം നടത്തിയാലും ഉണ്ട് രണ്ട് പക്ഷം, വ്യഭിചാരം ചെയ്യുമ്പോഴും ഉണ്ട് അവന് രണ്ട് പക്ഷം, രണ്ട് ചിന്ത. എല്ലാത്തിനും ഉരുണ്ട് കളിക്കുക. അത് തന്നെയാണ് നാശത്തിന്റെ കാരണേ. അത് തന്നെയാണ് അപകടം വിളിച്ച് പൈശാചിക ശക്തികൾ കൂടുന്നത്. ഞാൻ ചിലപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, അണക്കരയിൽ ഒരുപാട് ഹീലിംഗ് ഉണ്ടാവും. ഞാൻ ഒത്തിരി ഡെലിവറീസ് ഹീലിംഗ്, അൺഇമാജിനബിൾ മിറക്കിൾ സംഭവിച്ചിട്ടുണ്ട്. അത് കാരണം വെച്ചാൽ ഡൊമിനിക്കൽസ് അവിടെ ഉള്ളതൊന്നുമല്ല. ഐ എം ഓൺലി സിമ്പിൾ ഇൻസ്ട്രുമെന്റ് ഉള്ളി. ഐ എം ഓൺലി എ നോർമൽ പ്രീസ്റ്റ്. ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, എന്നോട് ഈശോ പറയാറുണ്ട്, ആളുകളോട് പറ നന്നായിട്ടൊന്ന് അനുദപിക്കാൻ. Repent of all your sins committed. ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് അനുദപിക്കാം. അത് ദൈവം എന്നോട് ആവശ്യം പറയാൻ പറ, അവരോട് പറയാൻ പറ്റും. Tell them to repent. Shed tears. കണ്ണുനീരൊഴുക്കാൻ പറഞ്ഞു. ശരിക്കും അനുദപിക്കും. വേറെ ഒന്നും ഞാൻ ആവശ്യപ്പെടാറില്ല. അപ്പൊ അത് കഴിയുമ്പോൾ ബാക്കി തന്നെ അങ്ങ് ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. വലിയ രോഗങ്ങളൊക്കെ മരിക്കാറായി കിടക്കുന്ന ആളുകൾ വന്നിട്ട് സോയിക്കപ്പെട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ, ക്യാൻസറുകൾ ഇഷ്ടം പോലെ. പക്ഷേ അത് നമ്മുടെ പവർ അല്ല. ഇത് ഡൊമിനിക്കസിന്റെ പവർ ഒന്നുമല്ല. I don't have any power. Praise the Lord. സർവ്വത്തിൽ ഹല്ലേലൂയ. പൗരോഹിത്യം കിട്ടിയപ്പോൾ പരിശുദ്ധാത്മാവിനോട് ഞാൻ ചോദിച്ച ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. എൻ്റെ മെത്രാനിൻ്റെ തലയിൽ കൈവച്ച് പൗരോഹിത്യത്തിൻ്റെ അനോയിന്റിങ് തരുന്ന സമയത്ത് ദൈവത്തോടെ ഒരു കാര്യമേ പ്രാർത്ഥിച്ചുള്ളൂ. എനിക്കൊന്നും വേണ്ട, ഒരൊറ്റ കാര്യം മാത്രം മതി. എനിക്ക് ജ്ഞാനം തരണം. I need wisdom to lead the people of God. Praise the Lord. എനിക്ക് തരുന്ന ദൈവജനത്തെ നയിക്കുവാനുള്ള വിസ്ഡം മാത്രം തന്നാൽ മതി. അതുകൊണ്ട് എല്ലാം ഉണ്ട്. പന്നൂൽ എന്നോട് ഈശോ പറയാറുണ്ട്, ഇതാണ് മേഖല, പാപത്തിന്റെ മേഖല. അനുദപിക്ക്. ജനം അനുദപിച്ചാൽ മതി, എല്ലാ പ്രശ്നവും തീരും. വെറുപ്പും പകയും വിദ്വേഷവും വർദ്ധിക്കുകയല്ലേ ഇന്ന് വരികയാണ്. പാപം വീണ്ടും വീണ്ടും നമ്മൾ പറയും, റിയാക്ട് ചെയ്യുമ്പോൾ അതിങ്ങനെ ഡബിൾ ചെയ്തുകൊണ്ടിരിക്കും, മൾട്ടിപ്പിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പനമ്മയും വഴക്ക് കൂടി അങ്ങ് മൾട്ടിപ്പിൾ ചെയ്യും. എന്തൊക്കെ ദുരന്തങ്ങളാ തകരുക. ബുദ്ധി കൊണ്ടൊന്നും ഈ കുടുംബത്തെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇവിടെ ഇപ്പൊ കപ്പിത്താന്മാര് നല്ല കഴിവുള്ളവന്മാരാ, എല്ലാ ബുദ്ധിയുള്ളവരാ. അവരവരുടെ ബുദ്ധി കൊണ്ട് കൊടുങ്കാറ്റിനെ പിടിച്ചു കെട്ടാൻ നോക്കി, നടക്കില്ല. ഈ തലമുറയിൽ ഈ നാളുകളിൽ ലോകത്തും സമൂഹത്തിലും കുടുംബങ്ങളും നടക്കുന്ന കൊടുങ്കാറ്റിനെ എത്ര സയന്റിസ്റ്റ് നോക്കിയോ പൂട്ടാൻ പറ്റുമോ? ഓരോരുത്തരും പറ്റില്ല. പക്ഷെ പൂട്ടാം. നീ മാനസാന്തരപ്പെട്ടാൽ, നീ ദൈവത്തോട് ഐക്യപ്പെട്ടാൽ, നീ ദൈവം അതിനനുസരിക്കാൻ തയ്യാറായാൽ നാളെ നിന്റെ പ്രശ്നങ്ങൾക്ക് തീരുമാനം ഉണ്ടാവും. നാളെ നിന്റെ ജീവിതത്തിൽ പ്രശ്നം അല്ലാതെ കാണുന്ന പ്രശ്നക്കാരന്റെ പുറകെ പോയതുകൊണ്ടോ പ്രശ്നം കൂടുള്ളൂ. ജോലിസിന്റെ പുറകെ പോയതുകൊണ്ടോ പ്രശ്നം കൂടുള്ളൂ. ചിലപ്പോൾ നമ്മുടെ ഇടയിലും ഉണ്ട് ചില പ്രത്യേകതരം കൗൺസിലിങ്ങുകളൊക്കെ നടത്തുന്നത്. അവരുടെ പുറകെ പോയാലും പ്രശ്നം കൂടുകയുള്ളൂ. മാനസാന്തരപ്പെടുക മാത്രമുള്ളൂ. അതല്ലേ സ്നാപകം പറഞ്ഞത്, വഴിയൊരുക്ക്, വളഞ്ഞ വഴി നേരെയാക്ക്, കുന്നുമലയൊക്കെ നിരത്തട്ടെ,
നേരെ നടക്കുക. ഈ വളഞ്ഞ വഴിയാണല്ലോ മൊത്തം ഇന്ന് എല്ലാവരും എടുക്കുന്നത്, വളഞ്ഞ വഴികളാണ്. അത് തന്നെയാണ് ദൈവം ഇടപെടാത്തതിൻ്റെ കാരണം. പ്രാർത്ഥനയും ഉപവാസം നോയമ്പിനൊന്നും ഒരു കുറവൊന്നും ഇല്ല കേട്ടോ, പക്ഷേ കാര്യത്തിന് തീരുമാനമില്ല. അപ്പൊ അതുകൊണ്ട് ദൈവമക്കളെ, ആഴമേറിയ അനുതാപം, പശ്ചാത്താപം, മാനസാന്തരം, കണ്ണുനീരൊഴുകണം. അതൊഴുകിയെങ്കിലേ നമ്മൾ കൺവെൻഷനൊക്കെ നടത്തിയിട്ട് കാര്യം, അല്ലെ വെറുതെ സമയം കളയുന്നത്. എനിക്ക് സമയം കളയുന്നത് നിങ്ങളുടെ സമയം. എനിക്ക് ജനത്തിനോട് സുവിശേഷം അങ്ങനെയല്ല, ദൈവവചനം കൃത്യമായിട്ട് കേൾക്കുന്ന മക്കളോട് വചനം പറയുക. അല്ല, എൻ്റെ ഗീതം പറയാനുള്ള വേദി അല്ല ഇത്, ദൈവഗീതം പറയാനുള്ള വേദി. പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ യോനായോട് പറഞ്ഞു, നീ മാനസാന്തരപ്പെടുക. അവനോട് അവനെടുത്ത് കളയാൻ തുടങ്ങി. അവനെ പറഞ്ഞു, എന്നെ എടുത്ത് കളഞ്ഞു. അവനെന്നെ മനസ്സിലായി, എൻ്റെ ഭാഗത്ത് ഞാനിവിടെ നിന്നാൽ ഈ കപ്പൽ അപകടത്തിലാണ്, ഈ ജനം മുഴുവൻ തീരും. ചില കുടുംബങ്ങൾക്ക് അപ്പനമ്മയൊക്കെ, ചില അപ്പൻ്റെ അമ്മയുടെ ഒക്കെ ചില ജീവിതത്തിൻ്റെ പരിണിത ഫലം ആ കുഞ്ഞുങ്ങൾക്കെല്ലാം ഉണ്ടാകും കേട്ടോ. പണത്തിനും സുഖത്തിനും പേരിനും കള്ളത്തരവും രാത്രി മുഴുവൻ ടെലിവിഷനും കണ്ടുകൊണ്ടിരിക്കുകയും മൊബൈൽ ഫോണിൽ വേറെ വിളിക്കുകയൊക്കെ വിളിക്കുന്ന ഇതെല്ലാം കുഞ്ഞുങ്ങൾ അറിയുന്നുണ്ട്. നമ്മളെത്ര മൂടിയിട്ടാലും ഒക്കെ വരും. അതിൻ്റെ കാണണമെന്നില്ല, ഇതുവരെ ആരും കാണണമെന്നില്ല കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആളുകളെ ഒരുപാട് കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ട്. ഒരു 1.5 ലക്ഷം പേരെയെങ്കിലും ഞാൻ പേഴ്സണൽ കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ടാവുകയെ. അതും പുറത്ത് പറയാൻ പറ്റില്ല, പലതും അറിയാം. ഇത് ഒന്നൊന്നും തമ്മിൽ നല്ലൊരു ബന്ധമാണെന്നുണ്ട്. ചില കാര്യങ്ങൾ, ചില പ്രശ്നങ്ങൾ ചില കുടുംബത്തിന്, അതും വേറെ സംഭവം തമ്മിലുള്ള റിലേഷൻഷിപ്പേ നന്നായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അനുതാപത്തിന്റെ കണ്ണുനീരൊഴുകാതെ നമ്മുടെ പ്രശ്നത്തിന് അതുകൊണ്ട് ഈ ജെറമ്യാ പ്രവാചകൻ പറയും, സമാധാനമില്ലാതിരിക്കുക, സമാധാനം എന്ന് പ്രവചിക്കുന്ന പ്രവാചകന് ദുരിതം. അതുകൊണ്ട് ഞാൻ പലപ്പോഴും എൻ്റെ മനസ്സിൽ സുവിശേഷ പ്രഘോഷണ മേഖലയിൽ ആത്മാവിനോട് പ്രസംഗിക്കാൻ പറയുന്നൊരു വചനമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ദൈവവചനത്തിൽ വെള്ളം ചേർക്കാതെ പ്രസംഗിക്കുന്നതിൻ്റെ കാരണം, പരിശുദ്ധാത്മാവിനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് വിലാപങ്ങളുടെ പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിലെ ഒരു വചനമാണ്. 2-ാം അധ്യായത്തിൻ്റെ 14, നിന്റെ പ്രവാചകന്മാർ നിനക്ക് വേണ്ടി കണ്ടത് വഞ്ചനാത്മകമായ വ്യാജ ദർശനങ്ങളാണ്. നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നിന്റെ അകൃത്യങ്ങൾ അവർ മറനീക്കി കാണിച്ചില്ല. അവരുടെ ദർശനങ്ങൾ മിഥ്യയും വഞ്ചനാത്മകവുമായിരുന്നു. ഉണ്ടോ? നിന്റെ പ്രവാചകന്മാർ നിനക്ക് വേണ്ടി കണ്ടത് വഞ്ചനാത്മകമായ വ്യാജ ദർശനങ്ങളാണ്. നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നിന്റെ അകൃത്യങ്ങൾ അവർ മറനീക്കി കാണിച്ചില്ല. ഐശ്വര്യം പുനഃസ്ഥാപിക്കപ്പെടണമെങ്കിൽ അകൃത്യങ്ങൾ മാറ്റപ്പെടണം. അല്ലാതെ മുന്നോട്ട് പോയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, തളർന്നു പോകും. ഈ സമൂഹം ഞങ്ങൾ ഭയങ്കര തളർച്ചയാണ്. ലോകം തളർന്നുകൊണ്ടിരിക്കും, മനുഷ്യൻ തളരുക. അതെന്തിൻ്റെ തളർച്ചയെന്നറിയോ? ഉള്ളൊരു തിന്മ, ദൈവകൽപ്പനകൾ. ശരിക്കും കുമ്പസാരക്കൂട്ട് ചെല്ലുമ്പോൾ എന്താ പറയുന്നൊന്നുമില്ല. പലപ്പോഴും ഞങ്ങളുടെ എൻ്റെ അച്ഛന്മാർ പറയാറുണ്ട്, ധ്യാനത്തിൻ്റെ സമയത്ത് ഞങ്ങൾ കുമ്പസാരക്കൂട്ടിരിക്കുമ്പോൾ മനുഷ്യനിങ്ങനെയൊക്കെയാണോ ചില സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ. പക്ഷേ ഇടവപ്പള്ളി ചെല്ലുമ്പോൾ അവന് എല്ലാം സൽപ്പേര് സൂക്ഷിക്കുന്ന വിധത്തിലുള്ള കുമ്പസാരമൊക്കെയാണ്. അവിടെ ഇവിടെയും തൊടാത്തൊരു കുമ്പസാരം നടത്തി, അല്ലെങ്കിൽ മൂടിയിട്ടിരിക്കുക. രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടു നോക്കുക. ഈ യോനായെയും കൊണ്ടുപോകണം, കപ്പലും കൊണ്ടുപോകണം, ആൾക്കാരെ വേണ്ട. യോന നിൽക്കട്ടെ, നമുക്ക് തന്നെ ചില തിന്മകളൊക്കെ കുഴപ്പമില്ലെന്നേ, ദൈവം അത് മനസ്സിലാക്കും. കുഴപ്പമൊന്നുമില്ല, മനുഷ്യരല്ലേ നമ്മളൊക്കെ, അവനെന്ത് മനുഷ്യനല്ലേ, അങ്ങോട്ട് അങ്ങനെയൊന്നും എടുത്തിട്ട് കാര്യമില്ല. അത് ഒരു വലിയൊരു തീരുമാനമാണ്, ഒരു മരണകരമായ ഒരു വലിയൊരു തീരുമാനം. യോന എന്നൊരു മനുഷ്യനെ എടുത്ത് കടലിലേക്ക് എറിയുക എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു സംഭവമല്ലേ. ഒരു മനുഷ്യനെ തന്നെ കടലിലേക്ക് അവൻ മരിക്കാൻ എറിഞ്ഞു കളയുക. അതുപോലെ ഒരു തീരുമാനം എടുക്കാതെ ജീവിതത്തിൽ അതുപോലെ ചില തീരുമാനം എടുക്കുന്നവരൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളൂ. അങ്ങനെയുള്ള തീരുമാനം എടുക്കാൻ നീ വൈകും തോറും നിന്റെ യാത്ര ദുഷ്കരമായിരിക്കും, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നടുക്കടലിൽ കിടന്ന വിഷയം എല്ലാം കാണും, സെറ്റപ്പുകളെല്ലാം കാണും, വീട് കാണും, കൊട്ടാരം കാണും, നല്ല ജോലി, നല്ല പ്രൊഫഷൻ, നല്ല നെയിം, നല്ല കസേര എല്ലാം, പക്ഷേ മുന്നോട്ട് പോകില്ല. കണ്ടുപിടിക്കുക, നീ തന്നെ നിന്റെ ജീവിതത്തിലെ യോനാമാരൊക്കെയാണ്, എന്തെല്ലാം ദൈവഹിതത്തിന് വിരുദ്ധമായതുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് അത് വലിച്ചെറിയാം. അവസാനം ഇവർ ചെയ്തത് ഒരു രക്ഷയില്ല. കപ്പൽ അപകടത്തിൽപ്പെടുന്ന ബോധ്യമായപ്പോൾ ഒരു യോനായെടുത്ത് കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ആ എറിഞ്ഞപ്പോൾ പെട്ടെന്ന് കാണാം കടൽ ശാന്തമായി. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ.
ഹല്ലേലൂയ. അവൻ അവരോട് പറഞ്ഞു, എന്നെ എടുത്ത് കടലിലേക്ക് എറിയുക. അപ്പോൾ കടൽ ശാന്തമായി. എന്തെന്നാൽ ഞാൻ നിമിത്തമാണ് ഈ വലിയ കൊടുങ്കാറ്റ് നിങ്ങൾക്കെതിരെ ഉണ്ടായിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കപ്പൽ കരയ്ക്ക് അടുപ്പിക്കുന്നതിനായി അവർ ശക്തിപൂർവ്വം തണ്ടുവലിച്ചു. എന്നാൽ അവർക്ക് സാധിച്ചില്ല ഒരു കരയ്ക്ക് അടുപ്പിക്കാൻ. അവരെങ്ങനെയും ഈ കപ്പലൊന്നും കരയ്ക്ക് അടുപ്പിക്കാൻ നടക്കില്ല. ശക്തിപൂർവ്വം നോക്കി നടക്കുന്നില്ല. എന്തെന്നാൽ കടൽ അവർക്കെതിരെ പൂർവാധികം ശോഭിക്കുകയാണ്. തിന്മയെ നമ്മൾ ഉപേക്ഷിക്കാതെ വരുമ്പോൾ പൂർവാധികം മുമ്പുണ്ടായിരുന്നതിനേക്കാളും പ്രശ്നം കൂടിക്കും. ഓരോ വർഷം കഴിയുമ്പോഴും നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഡബിൾ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇതെടുത്ത് കളയാ. ഇതുപോലെ തീരുമാനം എടുക്കണം. കട്ട് ആൻഡ് ടൈറ്റ് തീരുമാനം. ഒരു തിരിഞ്ഞു നോക്കാൻ. അതാണ് ഈ ലോത്തിനോട് പറഞ്ഞ പോലെ തിരിഞ്ഞു നോക്കരുത്. അതുപോലത്തെ തീരുമാനം വേണം. ഭാര്യ തിരിഞ്ഞു നോക്കിയിട്ടും ലോത്ത് തിരിഞ്ഞു നോക്കാതെ. അപ്പോൾ അത്ര തീരുമാനം. ഭാര്യ അത് തീരുമാനമാക്കുക. ദൈവവചനത്തോട് അത്രമാത്രം വിധേയപ്പെടുക. കോംപ്രമൈസ് ഇല്ല. ഇത് കോംപ്രമൈസിന്റെ കാലഘട്ടം. അതാണ് ഏതാ ശരി തെറ്റൊന്നും അറിഞ്ഞുകൂടാത്ത അവസ്ഥയാണ്. എല്ലാം കൺഫ്യൂഷൻ ആവുക. ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയുണ്ട്. പാപം ഇരിക്കുന്നവനാണ് ഏറ്റവും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. പാപമുള്ളവൻ 2 വള്ളത്തെ കാല് വെക്കും. രണ്ടും ശരിയെന്ന് പറയും. അപ്പോൾ അപകടം ഉണ്ടാകുന്നു. പ്രശ്നോഷം ശ്രീമൂർത്തി പറഞ്ഞ ഹല്ലേലൂയ. ഒരിടത്തും 2 ശരിയില്ല. ഒരെണ്ണേ ശരിയുള്ളൂ. 2 ശരിയാകത്തില്ല ഒരിക്കലും. ഒന്ന് തെറ്റായിരിക്കും. അതിന് നമ്മൾ സഹകരിപ്പിക്കുക എന്ന് പറയും. സഹകരിപ്പിക്കുക. അതുകൊണ്ടൊന്നും പ്രശ്നപരിഹാരമാകുന്നില്ല. ദൈവവചനം അനുസരിച്ച് സത്യസന്ധമായിട്ട് ജീവിത വിശുദ്ധിയോടെ ജീവിച്ചാൽ മാത്രമേ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുള്ളൂ. ശ്രീമൂർത്തി പറഞ്ഞ ഹല്ലേലൂയ. കർത്താവേ, ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിക്കാൻ ഇടയാകരുത്. നിഷ്കളങ്ക രക്തം ചിന്തി എന്ന കുറ്റം ഞങ്ങളെ ചുമത്തരുതേ. കർത്താവേ, അവിടുത്തെ ഹിതമനുസരിച്ചാണല്ലോ ഇപ്രകാരം സംഭവിച്ചു. അനന്തരം അവർ യോനായെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. ഉടനെ കടൽ ശാന്തമായി. അപ്പോൾ അവർ കർത്താവിനെ അത്യധികം ഭയപ്പെടുകയും അവിടുത്തേക്ക് ബലിയർപ്പിക്കുകയും നേർച്ച നേരുകയും ചെയ്തു. തിന്മ പോയി കഴിയുമ്പോൾ തന്നെ ശാന്തമാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ജീവിത പ്രശ്നം മാറാൻ വേണ്ടി നാട് നീളോട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആരുടെ അടുത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. ഒറ്റ കാര്യം ചെയ്താൽ മതി. സ്വയം ഒന്ന് അവലോകനം ചെയ്യുക. ജീവിതത്തെ നോക്കുക. എവിടെയാണ് എൻ്റെ ദൈവത്തിൽ ഞാൻ അകന്നുപോയത്? പ്രാർത്ഥിക്കുന്നുണ്ടാകും. രാത്രിയും പകലൊക്കെ പ്രയറുണ്ട്. പക്ഷേ ദൈവപ്രമാണം ലംഘിക്കുന്നുണ്ട്. ഫോണുകളൊക്കെ പല ബന്ധങ്ങളും അല്ലെങ്കിൽ സംസാരങ്ങളും കുറ്റം പറച്ചിലും പരദൂഷണവും പാരവെപ്പും ചതിയും വഞ്ചനയും വക്രതയും മറ്റൊരുത്തിൻ്റെ നാശം കാണാൻ വേണ്ടി പ്രവർത്തിക്കുകയും കൂടോത്രങ്ങൾ ചെയ്യാൻ പോവുകയും മന്ത്രവാദം ചെയ്യുകയും ഒക്കെ പോകുമ്പോൾ, സത്താനെ ആരാധിക്കാൻ പോകുമ്പോൾ, ബ്ലാക്ക് മാസിനൊക്കെ പോകുമ്പോൾ, എൻ്റെ മക്കള് ബ്ലാക്ക് മാസ് പോയിട്ട് അവർ വിജയം നടക്കും. പക്ഷെ അവസാനം അവരെല്ലാം തന്നെ ഒത്തിരി കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടാവും. മുഴുവൻ തകർന്നു പോവുക. ജീവിതം തകർന്നു പോവുക. ആ കുഞ്ഞുങ്ങളെ ഭാവി മുഴുവൻ തീർന്നു പോവുക. അവസാനം അവർ കൂടെ പോയവനും ഇല്ല, അവനും ഇല്ല, ഒന്നുമില്ല. എല്ലാവരും ഒരു പ്രത്യേക മാനസിക വിഭ്രാന്തി പിടിച്ചവരെ പോലെ നടക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് പാപം അത് എടുത്ത് കളയുക. യോനായ എടുത്ത് കളഞ്ഞപ്പോൾ കടൽ ശാന്തമായി. ആ കപ്പലുള്ളവരും സമാധാനത്തോടെ യാത്ര ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ജീവിതത്തിൽ ശാന്തത ഉണ്ടാകണമെങ്കിൽ തിന്മയെടുത്ത് കളയുകയും ഈശോയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കുകയും ചെയ്യും. പ്രവാചകൻ അവിടെ നോക്കി കടലിലേക്ക് പോവുക. ആഴങ്ങൾ പക്ഷെ പേടിക്കണ്ട. ശരിക്കും അവൻ അതാണ് മാനസാന്തരവും തന്നെയാണ്. ഒരു എടുത്തിയാട്ടമുണ്ട്. മനസാന്തരം ചെയ്യുന്നവന് ഒരു ചാട്ടമുണ്ട്. അവന് അത് വിശ്വാസം ദൈവകരങ്ങളിലേക്ക് എടുത്തിയാണ്. യോനായുടെ വിശ്വാസം ദൈവകരങ്ങളിലേക്ക് ഒരു ചാട്ടം. അത് അവിടെ നിങ്ങൾ ചാടുക. പിന്നെ എന്ത് ദൈവം നോക്കും. അതൊരു വലിയ അത് മാനസാന്തരപ്പെടുന്നവൻ നാളെ മുതൽ എന്തായിത്തീരും, ഇന്ന സംഭവം, ഇന്ന തീരുമാനം എടുത്ത് ചെയ്യുമ്പോൾ നാളെ കഴിഞ്ഞ് ആരുടെ കാര്യം നോക്കും? ഈ പ്രശ്നം, ആ ബന്ധം ഉപേക്ഷിച്ചാൽ, അല്ലെങ്കിൽ ചില സുഖങ്ങൾ, മദ്യപാനാകാം, മയക്കത് എന്തായിത്തീരും, അല്ലെ കള്ളപ്പണം, അത് നിർത്തിവെച്ച ചില ബിസിനസ്സുകൾ, വഴിവിട്ട ബിസിനസ് നിർത്തി നാളെ മുതൽ എന്തായിത്തീരും? നമ്മളിരിക്കുന്ന ചില കപ്പലുകളോട് ചില സ്ഥലങ്ങൾ നമ്മൾ വിട പറയണം. എടുത്തിയ എന്താ സമയം? അവിടെയാണ് വിശ്വാസി ദൈവം പരിപാലിക്കുന്ന വിശ്വാസം. അവൻ ചാടുന്നു. ആ ചാടും ദൈവകരങ്ങളിലേക്ക് തന്നെയാണ്. ദൈവം എന്നെ സംരക്ഷിക്കുന്നു. വേറൊരു വിധത്തിൽ ദൈവം കൊണ്ടുപോകും. പിന്നെ അവനെ കൊണ്ടുപോവുക. ആ ദൈവകരങ്ങളിലേക്ക് ചാടുന്ന ഏതൊരു പാപിയെയും ദൈവം തൻ്റെ 2 കരങ്ങളും കൊണ്ട് താങ്ങിക്കിരിക്കും. ഒരിക്കലും ദൈവം അവനെ ഉപേക്ഷിക്കത്തില്ല. അവൻ ആരുമില്ലേലും ദൈവം അവനെ കൈവിടും. ഒറ്റപ്പെട്ടാലും ദൈവം അവനെ ഒറ്റപ്പെടുത്തില്ല. മാനസാന്തരപ്പെടുന്ന പാപിയെ ദൈവം ഒരിക്കലും ഒറ്റപ്പെടുത്തില്ല. അവൻ്റെ കാര്യം ദൈവം ഏറ്റെടുത്തു. തിമിംഗലം വന്ന് മത്സ്യം വന്ന് അവനെ വിഴുങ്ങുന്നു. പിന്നെ ഒരു കഥ പോലെ നമുക്ക് കാണാം. അവനെ കൊണ്ട് കരയ്ക്കൊണ്ട് ഛർദ്ദിച്ചിടുന്നു. അവൻ പിന്നെ പോയിട്ട് ദൈവം അവൻ്റെ ദൗത്യം തീർക്കും. നിന്റെ ദൗത്യം നീ ചെയ്യാത്തതാ. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്തോ അത് നിർവഹിക്കാത്തതാണ് നിന്റെ ജീവിതത്തിലെ മുഴുവൻ പ്രശ്നങ്ങളുടെ കാരണം. ഈ ദൈവ വഴിയിൽ നിന്ന് മാറി നടക്കുന്നുണ്ട്.
നിന്റേതായ വഴികൾ കണ്ടുപിടിച്ചു. അതാണ് നിന്റെ മുഴുവൻ പ്രശ്നം. അതുകൊണ്ട് ഈ ധ്യാനം, ഇന്നത്തെ വചനം കേട്ടിട്ട് പറ്റുന്നുണ്ടെങ്കിൽ രാത്രിയിൽ കുറേ നേരം പോയിരുന്ന് പ്രാർത്ഥിക്കുക, ബൈബിളൊക്കെ തുറന്നു ഈ വചനം തന്നെ ഒന്ന് വായിക്കുക. യോന പ്രവാചകന്റെ പുസ്തകം ചാപ്റ്റർ 1 1-ാം അധ്യായം വായിക്കുക. വായിച്ചിട്ട് ജീവിതത്തിൽ ചിന്തിച്ച്, എനിക്ക് വഴി തെറ്റിപ്പോയിട്ടുണ്ടോ? ഞാൻ തിരുത്തേണ്ട സമയമായോ? എവിടെയാണ് അപകടം പറ്റിയത്? കണ്ടുപിടിച്ചിട്ട് ജീവിതം തിരുത്തുക. അപ്പോൾ കാണാം ദൈവത്തിന്റെ കൃപ നിന്നിലേക്ക് ഒഴുകി ഇറങ്ങുന്നത് കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഇത് കർത്താവിന്റെ ആത്മാവ് നിന്നെ നിറയുന്നത് കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാം. അവൻ കാരണം, ഇവൻ കാരണം, ഇവള് കാരണം, അവര് കാരണം, നാട്ടുകാരൻ, അച്ഛന്മാര്, സഭ, ഒന്നുമല്ല. അത് കാരണക്കാരൻ നമ്മൾ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ വെറുതെ മറ്റുള്ളവരെ ചെലവാരി അറിയേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. അതടിക്കുമ്പോൾ ആ ഒരു സംഭവം നടക്കുമ്പോഴാണ് നമ്മളിൽ അത്ഭുതം ഉണ്ടാകാൻ പോകുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഈ വലിയ കൃപ ദൈവം നമുക്ക് തരട്ടെ. അതുകൊണ്ട് ഇന്ന് വലിയൊരു മാനസാന്തരം. മദ്യപാനം ഉപേക്ഷിക്കണം. അത് വഴിവിട്ടൊന്ന് ഉപേക്ഷിക്കണം. വക്രത കളയണം. ഈ വളഞ്ഞ വഴി പോയാൽ നീ വളഞ്ഞിങ്ങനെ പോകുകയുള്ളൂ. ജീവിതത്തിൽ ഒന്നും നേടില്ല. അവസാനം ഒറ്റപ്പെടും. യോന നോക്കിയേ, പാവി അവസാനം ഒറ്റപ്പെട്ടു പോകുന്ന കണ്ടില്ലേ? ഒറ്റപ്പെടും, തീർച്ചയായിട്ടും ഒറ്റപ്പെടും. എന്തേറെ നേട്ടമുള്ളൂ. പ്രവാചകനാന്ന് പണ്ടുകാലം ഒറ്റപ്പെട്ടു പോവുക. കാരണം ദൈവവചനത്തിൽ നിന്ന് ആര് മാറിയാലും അവൻ ഒറ്റപ്പെട്ടു പോകും. പക്ഷേ അവൻ മാനസാന്തരപ്പെടും. അതാണ് കടലിലേക്കുള്ളൊരു ചാട്ടം. അവനെ എടുത്തെറിയുകയാണ്, അവനെ എറിഞ്ഞോളാൻ പറയുകയാണ്. അവനെ മനസ്സിലാക്കി വേണ്ട. ദൈവം എന്നോ മാനസാന്തരപ്പെടുന്നവൻ ദൈവകരങ്ങളിലേക്ക് ചാടുക. ആ നടുക്കടലിലോട്ട് ചാടുമ്പോഴും അവനറിയാം എല്ലാം നഷ്ടപ്പെട്ടു, മുഴുവൻ കളഞ്ഞിട്ട് ചാടുക. ഒന്നുമില്ല, സീറോയാണ്. പക്ഷെ അവിടെ ദൈവം തൻ്റെ 2 കരം നീട്ടി അവനെ അങ്ങ് സ്വീകരിക്കുക. മാനസാന്തരപ്പെടുന്ന ഏതൊരു പാപിയെയും ദൈവം തൻ്റെ ഉള്ളം കയ്യിൽ താങ്ങിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരപ്പെട്ടാൽ രക്ഷപ്പെട്ടിരിക്കുക. സ്വരപ്പെടുത്തി പറയുക, ഹല്ലേലൂയാ. മാനസാന്തരപ്പെടുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഒന്ന് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ ഉച്ചത്തില് ആമേ. സഖ്യവൂസ് മാനസാന്തരപ്പെട്ടപ്പോൾ അവന്റെ സമ്പത്തിന്റെ പകുതി ദരിദ്രർക്ക് കൊടുത്തു. വഞ്ചിച്ചെടുത്തവൻ 4 ഇരട്ടി തിരിച്ചു കൊടുത്തു. അപ്പോൾ ഈശോ പറഞ്ഞു, ഇന്ന് ഈ കുടുംബം രക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അവനെല്ലാം കളയുക. എല്ലാം എടുത്ത് കളയുമ്പോൾ ഉടനെ ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുക. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. അതുകൊണ്ട് ഇന്ന് ശരിക്കും വിട്ടുകൊടുത്തേ മക്കളെ, യഥാർത്ഥമായ ഈശോയോടുള്ള ബന്ധത്തിൽ. അതുകൊണ്ട് പാപത്തിന് പരിണിതഫലമുണ്ട്. പാപം ഉള്ളിലുണ്ടെങ്കിൽ പരിണിതഫലമുണ്ട്, ഉറപ്പാണ്. തിന്മ, പാപം, പൈശാചികം, മന്ത്രവാദം, കൂടോത്രം, ഒക്കെ 10 കൽപ്പനകളൊക്കെ മേലും അതുകൊണ്ട് തീർച്ചയായിട്ടും പരിണിതഫലമുണ്ട്. അതെടുത്ത് കളയാതെ ഈ യാത്ര മുന്നോട്ട് പോകില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ ചെപ്പടി വിദ്യ കാണിച്ചുകൊണ്ടോ വേറെ ചില ബന്ധങ്ങളൊക്കെ കഴുകി തേച്ച് പിടിച്ചു കൊണ്ടുവന്നു. ചില കാലുകൾ ഡോക്ടർ പറഞ്ഞ് മുറിച്ച് കളയണമെന്ന് പറഞ്ഞിട്ട്, വേണ്ട ഡോക്ടറെ, ഇത് മുറിച്ച് കളയണ്ട, അത് മരുന്നൊക്കെ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. അഡ്ജസ്റ്റ് കുറച്ച് കഴിയുമ്പോണ്ടല്ലോ ആ രോഗം മുകളിലോട്ട് കയറി കാല് മുഴുവൻ ആദ്യം ഇച്ചിരി മുറിച്ച് കളഞ്ഞാൽ മതിയായിരുന്നേ. പക്ഷെ പിന്നീട് വന്നപ്പോൾ കാലിൽ പകുതിയോളം മുറിച്ച് കളയേണ്ട വന്നേ. കാരണം ആദ്യം ചികിത്സ ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ടില്ല. ആദ്യം മാനസാന്തരപ്പെടാൻ പറയുമ്പോൾ മാറിക്കോണമെന്ന് ഉടനെ ഇതൊക്കെ വെട്ടിമുറിച്ച് കളഞ്ഞാൽ. അതുകൊണ്ട് ഒരു യോന എന്ന് പറയുന്നൊരു മനുഷ്യനെ എടുത്ത് കടലിലേക്ക് എറിയുന്ന പോലെയാ മാനസാന്തരം. നിനക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് നിന്റെ അസ്തിത്വത്തോട് ചേർന്ന് നിൽക്കുന്ന ചിലതായിരിക്കും, മറക്കാൻ പറ്റരുത്. പക്ഷെ അത് എടുത്ത് കളയാതെ നിന്റെ ജീവിതങ്ങളിൽ നീ മുന്നോട്ട് പോകില്ല. പോയാൽ ഒരിടത്തെത്തി വട്ടം കറങ്ങുള്ളൂ, നിരാശ ഇപ്പോൾ എത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് നിന്നെ തന്നെ കൊടുക്കുക. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. 2 കരം കൊടുത്ത് ഹല്ലേലൂയാ. അനേകം മാരക പാപികൾ ക്രിസ്തു ഈശോ മിശിഹായിലൂടെ വിശുദ്ധിയിലേക്ക് വളർന്നതുപോലെ നമുക്കും വിശുദ്ധിയിലേക്ക് വരാം. 1 പത്രോസ് 1:15 നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം. റോമാലേഖനം 12:1-2-3 വചനം. ആകയാൽ സഹോദരങ്ങളെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കും, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി അർപ്പിക്കുന്നതായിരിക്കണം നിങ്ങളുടെ ആരാധന. ഗലാത്യ ലേഖനം 1:10 ഒരിക്കലും മറക്കരുത്. നിങ്ങൾ അതായത് പറയും, പൗലോസ് പറയാണ്, ഞാനിപ്പോൾ ആരുടെ പ്രീതിയാണ് നോക്കുന്നത്? മനുഷ്യന്റെ പ്രീതിയോ ദൈവത്തിന്റെ പ്രീതിയോ? ഇപ്പോൾ ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുകയാണോ? അതിന് ശേഷം പറയേ, ഇപ്പോഴും ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ദൈവത്തിന്റെ ദാസനാകുകയില്ലായിരുന്നു. മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന ചെയ്യുന്നവൻ ദൈവത്തിന്റെ ആശ്രയം, ദൈവത്തെ പ്രസാദിപ്പിക്കുക. സ്വരവർത്തി പറഞ്ഞ ഹല്ലേലൂയാ. ആഴമേറിയ മാനസാന്തരം ഉണ്ടാകട്ടെ. പൂർണ്ണമായിട്ട് ഈശോയുടേതായിത്തീട്ട്, മുഴുവനായിട്ട് ഈശോയുടേതായിത്തീട്ട് ഇന്ന് വിശുദ്ധി കൊണ്ടുവരട്ടെ, കൃപ കൊണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് പെയ്യുന്ന സമയം ഒത്തിരി മക്കൾ കരയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പറ, ഒരു വാവിട്ട് കരയുന്നുണ്ട്. ജീവിതത്തിൽ വന്ന തെറ്റുകളെ ഓർത്ത് അവർ ഈ ദിവസങ്ങൾ തന്നെ കുമ്പസാരിക്കുക, തീരുമാനമെടുക്കുക. നോക്കിയോ, അത്ഭുതം കാണാൻ പറ്റും, അടയാളം കാണാൻ പറ്റും, രോഗശാന്തി ഉണ്ടാവും. നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന രോഗിയായ അപ്പൻ സൗഖ്യപ്പെടുന്നേ, രോഗിയായ കുഞ്ഞ് സൗഖ്യപ്പെടുന്നേ, രോഗിയായ ജീവിത പങ്കാളി സൗഖ്യം, അങ്ങനെയൊക്കെ ഉണ്ടത്. നമ്മൾ മാനസാന്തരപ്പെട്ട അവർക്ക് സൗഖ്യം കിട്ടുന്നേ, നമ്മൾ മാനസാന്തരപ്പെടുമ്പോൾ അവർക്ക് സൗഖ്യം കിട്ടുന്നേ. അങ്ങനെ ഒരു തലമുണ്ടത്.
അപ്പൊ അതുകൊണ്ട് എല്ലാം നാച്ചുറൽ എന്ന് കരുതണ്ട. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു സ്വാഭാവികമല്ലെന്ന്. അത് ആ കപ്പിത്താന് മനസ്സിലായി. ഇത് സ്വാഭാവികമായ കാറ്റല്ലത്, ഇത് അതിസ്വാഭാവികം, നോട്ട് നാച്ചുറൽ, ഒരു അൺനാച്ചുറൽ ആയിട്ടുള്ള സംഭവം, അതിസ്വാഭാവികതയുള്ളൊരു കാര്യം. അപ്പൊ അതപ്പോ അവൻ തിരിച്ചറിഞ്ഞു, ഒരു പ്രശ്നം മനസ്സിലാക്കി, വഴിമാറി ചിന്തിക്കുന്നു. അല്ല, ഡയറക്റ്റ് വഴിയിൽ, ബുദ്ധി കൊണ്ടല്ല, വേറൊരു വഴിയിലൂടെയാണ് ആ പ്രശ്നത്തിന്റെ പരിഹാരം മനസ്സിലായി. ആത്മാവിലൂടെ പോയാലേ പ്രശ്നത്തിന് പരിഹാരമുള്ളൂ. അതുകൊണ്ട് ബുദ്ധി കൊണ്ടല്ല പ്രശ്നത്തിന്, എല്ലാ പ്രശ്നത്തിനും ബുദ്ധി കൊണ്ട് പരിഹാരം കണ്ടെത്താമെന്ന് ആരെങ്കിലും പറയുന്നത് അവൻ ഭൂലോക വിട്ടിയാണ്. ആ ഭൂലോക വിട്ടിയ മൂട്ടങ്ങളവൻ. ഒരിക്കലും മനുഷ്യന് തന്റെ ബുദ്ധി കൊണ്ട് മുഴുവൻ എല്ലാ പ്രശ്നവും തീർക്കാൻ പറ്റത്തില്ല. ഒരു 10% പ്രശ്നം പോലും തീർക്കാൻ പറ്റത്തില്ല. അത് നമുക്ക് എളിമപ്പെടാം. ദൈവജനത്തിനും വലുതാ കർത്താവിന് ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് കേട്ട വചനം മുഴുവൻ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിൽ നിറയുകയും ചെയ്യാം.